ഹായ്, ത്രില്ലിംഗ് സ്റ്റോറീസ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ കഥയുടെ പേര് മനയക്ഷി. ഭദ്ര ഇല്ലക്കെട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ അവൾക്ക് ആഹ്ലാദമാണ് ഉണ്ടായത്. അമ്മയുടെ വേർപാട് അവളെ അത്ര വളരെയൊന്നും ദുഃഖിതയാക്കിയില്ല. അല്ലെങ്കിലും ജനനമെന്നോ മരണമെന്നോ കേൾക്കുന്ന വാക്കുകൾക്കൊന്നിനും ഭദ്രയുടെ മനസ്സിന് യാതൊരു വികാരവും ഉണർത്തിക്കാറില്ല. പ്രകൃതിയുടെ ഒരു പ്രതിഭാസമെന്നല്ലാതെ അവൾക്കതിൽ യാതൊരു ഉത്കണ്ഠയും തോന്നാറില്ല. അമ്മയുടെ മരണവും അങ്ങനെ തന്നെ. ഏകാന്തതയെക്കുറിച്ച് അവൾ വിഷാദിച്ചില്ല. അല്ലെങ്കിലും അമ്മയുണ്ടായിരുന്നപ്പോഴും ഭദ്ര ഏകാന്തതയിൽ തന്നെ ആയിരുന്നില്ലേ? ഒരു യുവതി ഒറ്റയ്ക്കാവുമ്പോൾ പല പഴിദോഷങ്ങളും കേൾക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. ആരെങ്കിലും അങ്ങോട്ട് കടന്നു വന്നേക്കുമെന്ന് ഒരിക്കലും ഭദ്ര കരുതിയതല്ല. തികച്ചും യാദൃച്ഛികമായി ഒരു ചെറുപ്പക്കാരൻ ഇല്ലപ്പടി കയറി വന്നപ്പോൾ അവൾക്കൊട്ടും പരിഭ്രമം തോന്നിയില്ല. പക്ഷേ വന്നവന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് അവൾ പൊടുന്നനെ മനസ്സിലാക്കുകയും ചെയ്തു. ഭദ്രയുടെ മിഴികൾ തീക്കുണ്ഠം പോലെ എരിഞ്ഞു. കടന്നു വന്നവൻ വല്ലാത്തൊരു ഭാവത്തിൽ അവളെ സാകൂതം വീക്ഷിച്ചു. ഞാനൊരു വഴിപോക്കൻ, ഇവിടെ ഒരു ദിവസം അന്തിയുറങ്ങാൻ അനുവദിക്കുമോ? അയാൾ വിടന്റെ മട്ടിൽ ചിരിച്ചു. അതിനിത് സത്രമല്ലല്ലോ. ഒട്ടും ദയയില്ലാത്ത മയമില്ലാത്ത ശബ്ദം, രൂക്ഷമായ മറുപടി. അയാൾ അപ്പോഴും ചിരിച്ചു. അതറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ നിന്നെപ്പോലൊരു സുന്ദരി ഒറ്റയ്ക്ക് കഴിയുമ്പോൾ. ഓഹോ, കൂട്ടുകിടക്കാനല്ലേ? ഭദ്ര ഉറക്കെ ചിരിച്ചു. അവളുടെ പൊട്ടിച്ചിരിയുടെ അലകൾ ആ നിറസന്ധ്യയിൽ ഇല്ലക്കെട്ടിലാകെ മാറ്റൊലി കൊണ്ടു. ഒരു പെണ്ണ് മുഖമടച്ചങ്ങനെ പറയുമെന്ന് ആ ചെറുപ്പക്കാരനും കരുതിയിരിക്കില്ല. അതിന്റെ ജാള്യത അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇവിടെ വാഗ്വാദങ്ങൾക്ക് സ്ഥാനമില്ലെന്നും അയാൾ മനസ്സിലാക്കി. പെട്ടെന്നായിരുന്നു, ഭദ്ര പോലും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തത്തിൽ അയാൾ അവളെ കടന്നു പിടിക്കാൻ ആഞ്ഞു. ഭദ്രയുടെ മിഴികളിൽ നിന്ന് അഗ്നി ചിതറി. ഓ, ഇത്രയും ധൃതി വെക്കുന്നത് എന്തിന്? കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ? വരൂ, നമുക്ക് മുറിയിലേക്ക് പോകാം. അയാൾക്ക് ഇഷ്ടപ്പെടുന്ന മട്ടിൽ ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അവളുടെ ഉള്ളിൽ ഒരു കടലിരമ്പുകയായിരുന്നെന്നോ, തിളച്ചു മറിയുന്ന ലാവ ഉത്തുംഗമായ തിരകളായി പുറത്തേക്കൊഴുകാൻ തുടങ്ങുകയാണെന്നോ അയാൾ അറിഞ്ഞില്ല. അർത്ഥബോധമേ ആകെയുള്ളൂ. തീയും പൂവായി തോന്നുന്ന മാനസികാവസ്ഥ. മദ്യം സുബോധം നശിപ്പിച്ച ആ നിമിഷവും അമ്പരന്നുപോയി. ഭദ്ര നയിച്ച മാർഗത്തിലേക്ക് ചലിക്കുമ്പോൾ മോഹം ഒരു പൂവായി വിരിയുന്ന ഹൃദയം അതുൽക്കടമായി തുടികൊട്ടുകയാണ്. ഇത്രയും സുന്ദരിയായ ഒരു അന്തർജനത്തിനെ ഇത്ര എളുപ്പം സ്വാധീനിക്കാൻ കഴിയുമെന്ന് സ്വപ്നേവി നിരൂപിച്ചതല്ല. അപ്പോൾ പുറം ലോകത്ത് ആളുകൾ പറയുന്നത് അത്രയും വാസ്തവമായിരിക്കുമെന്ന് അയാൾക്കൊരു തോന്നലുണ്ടായി. ഒറ്റയ്ക്കൊരു യുവതി, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുന്നുവെന്നാണ്. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും നേരത്തെ ഇവിടേക്ക് വരാമായിരുന്നു. വരൂ. ഭദ്രയുടെ ശബ്ദമാണ് അയാളെ ചിന്തകളുടെ ലോകത്തു നിന്നുണർത്തിയത്. അവരപ്പോൾ ഒരു വാതിൽക്കലായിരുന്നു. ഭദ്ര ആദ്യം മുറിയിലേക്ക് കയറി. പിന്നാലെ ശങ്കയൊന്നുമില്ലാതെ ചെറുപ്പക്കാരനും. ആ വാതിൽ നേരിയൊരു ഞരക്കത്തോടെ അടഞ്ഞു. കനത്ത പലകഭിത്തി, ഇരുട്ടു നിറഞ്ഞ മുറിക്കുള്ളിൽ ചെറുപ്പക്കാരൻ ഭദ്രയെ പരതി. ആ മുറിയിൽ കയറിയ ഉടൻ ഭദ്ര തൊട്ടടുത്തുണ്ടായിരുന്ന പൂജാമുറിയിലേക്ക് കടന്നത് അയാൾ അറിഞ്ഞില്ല. പൂജാമുറിയിലെത്തിയ ഭദ്ര നിമിഷങ്ങൾക്കുള്ളിൽ നിലവിളക്ക് പ്രകാശിപ്പിച്ചു. നിലവിളക്കിന് മുന്നിലെ ആവണിപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്നു. ഉപാസനാമൂർത്തിയെ ആർദ്രമായി വിളിച്ച് കേഴുകയായിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ തെറ്റാതെ ആ മനസ്സിൽ നിന്ന് അനർഗളമായി നിർഗമിച്ചു. പൊടുന്നനെ ഇപ്പുറത്തെ മുറിയിൽ ചെറുപ്പക്കാരന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭദ്രയെ കണ്ടു. അതുവരെ ഉണ്ടായിരുന്ന മുറിയിലെ ഇരുട്ട് മങ്ങിയതും പ്രകാശം പരന്നതും അയാൾ അറിഞ്ഞു. മദ്യത്തിന്റെ കെട്ട് വിട്ടു തുടങ്ങിയിരുന്ന അയാൾ പതിഞ്ഞ കാലുകളുമായി അവളുടെ തൊട്ടു പിന്നിലെത്തി. വലതു കൈ മെല്ലെ ഭദ്രയുടെ തോളിൽ അടുപ്പിച്ചു. അയാൾ നടുങ്ങിപ്പോയി. തണുത്തുറഞ്ഞ ഒരു പ്രതലത്തിൽ സ്പർശിച്ചതുപോലെ കൈ പൊടുന്നനെ പിൻവലിച്ചു. ആ നിമിഷം ഭദ്ര തിരിഞ്ഞു നിന്നു. ചെറുപ്പക്കാരൻ കിടുകിട് വിറച്ചുപോയി. ഭദ്രയല്ല, സാക്ഷാൽ ഭദ്രകാളിയുടെ മുഖം. അയാളുടെ തൊണ്ടയിൽ നിന്ന് ഒരു ആർത്തനാദം ഉയർന്നു. ഇല്ലക്കെട്ടിന്റെ ഏതോ ഇടനാഴികളിലൂടെ കടവാവലുകളുടെ ചിറകടിയൊച്ചകൾ കടന്നു പോകുന്നു. നീണ്ട നാവ് നീട്ടി തീ പാറുന്ന മിഴികളോടെ ഭദ്രയുടെ ഒരു ഭീകരരൂപം. ചെറുപ്പക്കാരന്റെ ശ്വാസഗതി നിലച്ചു പോകുമെന്ന് തോന്നി. പുറത്തേക്ക് രക്ഷപ്പെടാൻ അയാൾ പിന്നിലേക്കൊതുങ്ങി. പക്ഷേ വാതിലെവിടെ? അയാൾ പിന്നിലേക്ക് മാറുന്നതനുസരിച്ച് ആ രൂപം മുന്നോട്ടു ചുവടുകൾ വയ്ക്കുകയാണ്. ഭയന്നു വിറച്ച ആ ചെറുപ്പക്കാരൻ
തുഴുകൈകളോടെ ആ രൂപത്തിന്റെ കാൽക്കലേക്ക് വീണു. ആ മുറിയിൽ നിന്നൊരു പൊട്ടിച്ചിരി കൂടി ഉയർന്നു. എത്ര നേരം താനാ കിടപ്പ് കിടന്നുവെന്ന് ചെറുപ്പക്കാരൻ അറിയില്ല. എപ്പോഴാണ് താൻ ബോധശൂന്യനായതെന്നും. ഉണരുമ്പോൾ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ, തണുത്ത പിശുറൻ കാറ്റ് മുറിക്കുള്ളിലേക്ക് ആർത്തലച്ച് കയറി വരുന്നു. ശരീരമാകെ ഇടിച്ചു പിഴിഞ്ഞ വേദന, മുഖം നീറുന്നു. തനിക്കെന്ത് സംഭവിച്ചുവെന്ന് ചെറുപ്പക്കാരന് വ്യക്തമായില്ല. അവിടെ മറ്റാരെങ്കിലും ഉള്ളതായി അയാൾക്ക് തോന്നിയില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ താനൊരു പേക്കിനാവ് കണ്ടതായിരിക്കുമോ? അയാൾ പെട്ടെന്ന് പിടഞ്ഞെണീറ്റു. കാലുകൾ വേച്ചു വേച്ചു പോകുന്നുവെങ്കിലും പ്രാണരക്ഷാർത്ഥം അയാൾ പുറത്തെ മഴയിലേക്ക് കുതിച്ചു. ഇല്ലക്കെട്ടിന്റെ പടിവാതിലിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അട്ടഹാസത്തിന്റെ അലയൊലികൾ പിന്തുടരുന്നതായി ചെറുപ്പക്കാരന് തോന്നി. പൂജാമുറിയുടെ വാതിലടച്ച് ഭദ്ര പുറത്തേക്കിറങ്ങി. ഒരപകടത്തിൽ നിന്നുകൂടി താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ അപകടം തന്നെ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന്റെ ആവർത്തനം ഇനിയും ഉണ്ടാകാം. ഇത്തരം അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശാശ്വതമായൊരു മാർഗമെന്തുണ്ട്? ഭദ്രയ്ക്ക് ദുഃഖം തോന്നിയത് ഇപ്പോഴാണ്. ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരും ഇങ്ങനെയാണോ? ആണെന്നാണ് അനുഭവം പഠിപ്പിക്കുന്നത്. പുരുഷന്മാരോടുള്ള വൈരാഗ്യം അവളുടെ ഉള്ളിൽ ഇരമ്പി. ഇല്ലത്തു നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ ബോധവാനായിരുന്നില്ല. രക്ഷപ്പെട്ട ആശ്വാസത്തോടെ മുക്കുകവലയിലെത്തിയ അയാളെ പരിചയക്കാർ പോലും തിരിച്ചറിഞ്ഞില്ല. മാത്രമല്ല, പതിവായി ചെല്ലാറുള്ള കടയിലേക്ക് കയറിച്ചെന്ന അയാളെ കണ്ട് കടയിലുണ്ടായിരുന്നവർ ഭയന്ന് എണിക്കുകയും ചെയ്തു. ഇതെന്തു പറ്റി ഈ മുഖത്ത്? ആരോ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. മുഖത്തോ? അതുവരെ മുഖത്ത് ഒരു നീറ്റലുണ്ടെന്നല്ലാതെ തന്റെ മുഖത്തിന് എന്തെങ്കിലും പറ്റിയതായി ചെറുപ്പക്കാരൻ അറിയില്ലായിരുന്നു. ആരോ ഒരു കണ്ണാടി കൊണ്ടുവന്നു. ആ കണ്ണാടിയിൽ കണ്ട തന്റെ പ്രതിരൂപത്തിന് നേരെ നോക്കിയ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി. അയാൾ അറിയാതെ കണ്ണാടി നിലത്ത് വീണ് ചിതറി. കണ്ണാടിയിൽ കണ്ടത് തന്റെ മുഖമേ അല്ലെന്ന് ചെറുപ്പക്കാരൻ അറിഞ്ഞു. കത്തിക്കരിഞ്ഞ മുഖം, കറുത്ത തൊലി, ജട പിടിച്ചതുപോലെ ചുരുങ്ങി ചുരുണ്ടു കിടക്കുന്നു. പുരികങ്ങളില്ല. ആര് കണ്ടാലും ഭയപ്പെട്ടു പോകുന്ന രൂപം. താൻ കടന്നു വന്നപ്പോൾ ആളുകൾ ഭയന്നെണീറ്റതിന്റെ അർത്ഥം ചെറുപ്പക്കാരന് മനസ്സിലായത് ഇപ്പോഴാണ്. അയാൾ ഉറക്കെ കരഞ്ഞുപോയി. അയാളുടെ ശബ്ദം കേട്ടപ്പോൾ ആളുകൾക്ക് ആളെ വ്യക്തമായി. അയ്യോ, ശ്രീധരൻ എന്തു പറ്റിയതാണ്? അകന്നു നിന്നവർ അയാൾക്ക് വട്ടമിട്ടു നിന്നു. നല്ല കാര്യത്തിന് ചെന്നിട്ടല്ല തനിക്കിത് സംഭവിച്ചതെന്ന് ബോധ്യമുണ്ടായിട്ടും ആ നാണക്കേടിനെക്കുറിച്ച് വിവരിക്കാൻ ശ്രീധരൻ മടിച്ചില്ല. കൂടി നിന്നവർ പരസ്പരം നോക്കി. ഒരു പുരുഷന്റെ മുഖം തീവച്ച് പൊള്ളിക്കാൻ മാത്രം ആ നമ്പൂതിരി പെണ്ണിന് തന്റെ ഇടമോ? അവളോടൊന്ന് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കടയിൽ കൂടിയവരെല്ലാം അക്കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരായിരുന്നു. നമുക്കിപ്പോൾ തന്നെ ഇല്ലത്തേക്ക് പോകാം. പന്തങ്ങളും അരിക്കലാമ്പുകളും തയ്യാറാക്കപ്പെട്ടു. അവർ ഒരു സംഘമായി ഭദ്രയെ കാണാൻ പുറപ്പെടുകയാണ്. പുറത്ത് കാറ്റ് ചീറിയടിക്കുന്നു. പേമാരി കോരിച്ചൊരിയുന്നു. കറുത്തിരുണ്ട ആകാശത്തിന്റെ അകിട് ചുരന്ന് തുള്ളിക്കൊരു കുടമായി പേമാരി തകർത്ത് പെയ്യുകയാണ്. ഉറങ്ങാൻ കിടന്ന ഭദ്ര ദുശകുനം എന്തോ കണ്ടാലെന്നോണം ചാടി എഴുന്നേറ്റു. അവൾ പൂജാമുറിയിലേക്ക് പാഞ്ഞു. ഇല്ലപ്പടിക്കൽ നൂറുകണക്കിന് പന്തങ്ങളുടെ വെളിച്ചപ്രളയം. ഇറങ്ങി വാടി ഒറ്റയ്ക്ക്, ആരോ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാളുടെ ശബ്ദം മധ്യത്തിൽ കുഴഞ്ഞിരുന്നു. ഇല്ലത്തെ 2-3 വാതിലുകൾ തുറന്നു തന്നെ കിടക്കുകയാണ്. ഉമ്മറത്തെ നിലവിളക്ക് കരുതിരി കത്തി കെട്ടുകിടക്കുന്നു. മഴയുടെ ആരവവും കാറ്റിന്റെ ചൂളം വിളിയും തെല്ലടങ്ങിയിരുന്നു. മരം പെയ്യുന്ന തുള്ളികൾ ഇലകളിൽ വീഴുന്ന ചെറിയ ശബ്ദം മാത്രം ഇടയ്ക്കിടെ ഉയരുന്നുണ്ട്. അകലെ എവിടെയോ നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കാനുണ്ട്. അവരുടെ തലയ്ക്ക് മുകളിലൂടെ കടവാവലുകളുടെ ഒരു സംഘം ചിറകടിച്ച് പറന്നു. വെളിച്ചമുണ്ടായിരുന്നിട്ടും അവർക്ക് ഭയം തോന്നി. ഇല്ലക്കെട്ടിൽ കരുപ്പ കിളുത്ത കാട്ടുചെടികൾ കാടുകൾ പോലെ വളർന്നു നിൽക്കുന്നു. ശിവശങ്കരൻ നമ്പൂതിരിയുടെ പെരുമാറ്റം നിലച്ചപ്പോൾ മുതൽ കാട്ടുകുരുന്നുകൾക്ക് ലഭിച്ച പുനർജന്മം. ആദ്യമായി ആ ഇല്ലത്തിനു മുന്നിൽ വന്നവരും സംഘത്തിലുണ്ടായിരുന്നു. ഈ സർപ്പക്കാട്ടിൽ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു അത്ഭുതം തന്നെ. അസാമാന്യക്കാരി അല്ല. അവളുടെ തള്ള നങ്ങേമയും ഒരു സാമർഥ്യക്കാരിയായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തുമായിക്കോട്ടെ,
ഇവനോടവൾ കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ പച്ചയ്ക്കൊരു മനുഷ്യന്റെ മുഖം തീ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല. അതവളോട് ചോദിക്കുക തന്നെ വേണം. ജനരോഷം ചൂട് പിടിക്കുകയാണ്. എന്നാലും അവനെ വിളിച്ചു കയറ്റിയിട്ട് അവൾക്കെന്ത് ഭ്രാന്തായിരുന്നു? ജനത്തിന് അതാണ് മനസ്സിലാവാത്തത്. ചെറുപ്പക്കാരൻ വിശദീകരിച്ചതിന്റെ കുഴപ്പമാകാം. ഇല്ലപ്പടിക്കൽ കൂടി പോയപ്പോൾ ഭദ്ര തന്നെ അകത്തേക്ക് ക്ഷണിച്ചുവെന്നാണ് അയാൾ പറഞ്ഞു കൊടുത്തത്. മുഖം മങ്ങിയാലും അഭിമാനം തന്നോടൊത്തുണ്ടായിരിക്കട്ടെ എന്ന തോന്നലാവാം. അവർ വീണ്ടും വിളിച്ചു. ഒപ്പം ഓരോ ചുവടുകൾ ഇല്ലത്തിന്റെ മുറ്റത്തേക്ക് വയ്ക്കുകയും ചെയ്തു. എന്നിട്ടും ഇല്ലക്കെട്ടിൽ ഭദ്രയുടെ അനക്കമൊന്നും കേട്ടില്ല. അവൾ സുഷുപ്തിയിലാണെന്നവർ ധരിച്ചു. ഈ ഭയം തോന്നുന്ന അന്തരീക്ഷത്തിൽ ഒരു യുവതി ഒറ്റയ്ക്കാണെന്ന ചിന്ത അവർക്ക് അത്ഭുതം സമ്മാനിച്ചു. നങ്ങേമ്മ ആളിത്തിരി പെശകായിരുന്നു. മകളും മോശമാവില്ലല്ലോ. അമ്മ അടക്കയോളം ആവുമെങ്കിൽ മകള് കവങ്ങോളം പോരും. അങ്ങനെയാ അതിന്റെ ഒരു വഴി. സംഘത്തിലെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ പറഞ്ഞു. ചെറുപ്പക്കാരൻ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും പിന്നിൽ. ആ പരിസരത്തെത്തിയപ്പോൾ തന്നെ അയാൾ കിടുകിട വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഭദ്ര ഇറങ്ങി വരും. വന്നാലുടനെ ഏതായാലും തന്നെ കാണണ്ട. സത്യത്തിൽ അവൾ ഒരു മാന്ത്രിക വിദ്യയാണ് തന്നോട് കാണിച്ചത്. ഓർക്കുമ്പോൾ ഓരോ രോമവും എഴുന്നു വരും. അർദ്ധബോധാവസ്ഥയിലല്ലായിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ കാലപുരി പ്രാപിച്ചേനെ. എന്തൊരു കാഴ്ചയാണ് കണ്ടത്! അവളിനി മനുഷ്യ സ്ത്രീ അല്ലെന്ന് വരുമോ? അതോ ഇരുട്ടിൽ വല്ല മുഖം മൂടിയും വെച്ചതോ? ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അസാമാന്യ ധൈര്യശാലികളായിരിക്കും. അവർ സ്വയരക്ഷയ്ക്കുതകുന്ന എല്ലാ പ്രതിരോധവും സ്വരൂപിച്ചേ കഴിയൂ. താൻ അത്രത്തോളം അങ്ങ് ചിന്തിച്ചില്ല. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ മദ്യലഹരി കയറിയ മുഹൂർത്തത്തിൽ കയറി ചെല്ലുകയേ ഇല്ലായിരുന്നു. ഇനി എന്തെങ്കിലും ആലോചിച്ചിട്ട് കാര്യമില്ല. വന്നത് വന്നു. ഇനി വന്നതിന് ശേഷം ഇറങ്ങി പാടി മുറ്റത്തേക്ക്. പിന്നെയും ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. ഇല്ലത്ത് ആളനക്കമേയില്ല. സംഘാംഗങ്ങൾ പരസ്പരം നോക്കി. അവൾ എവിടെ പോകാൻ? പേടിച്ചു വിറച്ചകത്തിരിക്കുകയാവും. സംഘം ഇപ്പോൾ ഉമ്മറത്തിന് തൊട്ടു താഴെ എത്തിയിരിക്കുന്നു. ഉത്സവപ്പറമ്പിലെ തീവെട്ടികൾ പോലെ ഇല്ല പൂമുഖത്ത് ആ പന്തങ്ങൾ വെളിച്ചം വിതറി. ഇപ്പോൾ മുൻവശത്തെ ഏതെങ്കിലും വാതിൽ തുറക്കുമെന്നും ഭദ്ര വിരണ്ട് വിവശയായി തൊഴുകയോടെ ഇറങ്ങി വരുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴും അവരുടെ പ്രതീക്ഷ തെറ്റി. ഇത്രയും പേരുടെ ആരവം മുറ്റത്തു നിന്നുയർന്നിട്ടും ആ വാതിൽ തുറക്കുകയാകട്ടെ, അവൾ പുറത്തേക്കിറങ്ങി വരികയാകട്ടെ ചെയ്തില്ല. അത് വന്നവരെയെല്ലാം രോഷം കൊള്ളിച്ചു. ധിക്കാരമല്ലേ അവളുടെ കൂസലില്ലായ്മ! ആ കൂസലില്ലായ്മയ്ക്ക് ഓർമ്മിച്ചിരിക്കാൻ പാകത്തിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. പേടിച്ചകത്തിരിക്കാതെ ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാടി പുറത്തേക്ക്. ആ ത്വരമ്മയ്ക്ക് പേടിയുണ്ടല്ലേ? ഒറ്റയ്ക്ക് വന്നപ്പോൾ ഒരുത്തനോട് കാണിച്ച മിടുക്ക് നീ ഞങ്ങളെ കൂടൊന്ന് കാണീരടി. അപ്പോഴും ഇല്ലത്തിനുള്ളിൽ മൗനം. ഞങ്ങൾ 10 വരെ എണ്ണും. അതിനു മുമ്പിങ്ങ് വന്നില്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് വരും. അതും പറഞ്ഞ് അവർ എണ്ണിത്തുടങ്ങി. 1, 2, 3. എണ്ണം പുരോഗമിച്ചിട്ടും ഉദ്ദേശിച്ച ഫലസിദ്ധി കാണുന്നില്ല. ഇവൾ നമ്മളെ നാണം കെടുത്തുകയാണ്. അതെ, അതിന് നമ്മൾ നാണം കെടാൻ വന്നതല്ലല്ലോ. വാ നിങ്ങൾ അകത്തേക്ക്. അത്ര ധിക്കാരമാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇല്ലപ്പടിയിലേക്ക് വിവരമറിഞ്ഞും കേട്ടും അപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഒരു ചെറുപ്പക്കാരന് പറ്റിയ അപകടത്തെക്കുറിച്ച് ഗ്രാമം ആ രാത്രിയിൽ തന്നെ അറിഞ്ഞിരിക്കുന്നു. ഭദ്രയോട് ചോദിക്കാൻ മുതിർന്നവരുടെ ഒരു സംഘം ഇല്ലപ്പടിക്കലേക്ക് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ കൂട്ടത്തിൽ കൂടാൻ വല്ലാത്തൊരുത്സാഹം. പൊതുജനങ്ങളുമായി കൂടുതൽ ബന്ധമൊന്നുമില്ലാത്ത ഇല്ലമാണ്. ആരോടും ഒരു ബന്ധവുമില്ലാതെ സ്വന്തം സാമ്രാജ്യത്തിലെ രാജ്ഞിയായി വാഴുകയായിരുന്നു നങ്ങേമ്മ, കൊച്ചു രാജ്ഞിയായി മകളും. അവരൊറ്റപ്പെടുത്തിയതുപോലെ അവരെയും ഗ്രാമം ഒറ്റപ്പെടുത്തി. അപ്പോൾ നങ്ങേമ്മയുടെ കുടുംബത്തിനൊരു വീഴ്ച വന്നാൽ കാണാനെങ്കിലും അതൊരു രസമല്ലേ? അസമയത്തുണർന്ന ഗ്രാമം ഇല്ലപ്പടിക്കലേക്ക് ഒഴുകിച്ചേർന്നുകൊണ്ടിരുന്നു. പിന്നിൽ ഗ്രാമത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആദ്യം വന്ന സംഘങ്ങൾക്കൊരുത്സാഹമായി. അത്രയും പേർ നേതാക്കന്മാരുമായി. എണ്ണം പൂർത്തിയായിട്ടും ഭദ്ര വാതിൽ തുറന്നില്ല. തങ്ങളെ അവൾ അധിക്ഷേപിച്ചിരിക്കുന്നു. ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഈ അവഹേളനത്തിന് മാപ്പില്ല.
ഭദ്രയോടുള്ള പക ആളിക്കത്തുകയാണവരിൽ. പന്തകളുമായി ചിലർ ഉമ്മറത്തേക്ക് കയറി. ആകാശത്തിന്റെ അനന്തതയിൽ ഒരു മിന്നൽ പുളഞ്ഞു. അടുത്ത ഒരു വർഷം കൂടി പെയ്യാനുള്ള ഒരുക്കത്തിനെന്നോണം കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. ഇരുൾ ഒന്നുകൂടി കനത്തു. നായ്ക്കളുടെ ഓരിയിടൽ ഒന്നുകൂടി ഉച്ചത്തിലുയരാൻ തുടങ്ങി. "വരുന്നടാ, അവളെ നമുക്കൊന്ന് പുറത്തിറക്കണം." അതൊരു വാശിയുടെ ശബ്ദമായിരുന്നു. അതോടെ മടിച്ചു നിന്നവരും ഉമ്മറത്തേക്ക് കയറി. അനേകം പന്തങ്ങളുടെ ജ്വാലകൾ ഒന്നായി. തുറന്നു കിടന്ന വാതിലിലൂടെ പന്തങ്ങൾ ഒന്നൊന്നായി അകക്കെട്ടിലേക്ക് കടന്നു കയറി. പിന്നെ അവർക്കൊരുത്സാഹമായിരുന്നു. മുറികളിൽ നിന്ന് മുറികളിലേക്ക്. പക്ഷേ എല്ലാ മുറിയും ഒരുപോലെ ശൂന്യം. 1-2 മുറിയിൽ ഈട്ടിത്തടിയിൽ തീർത്ത ചിത്രമഞ്ചങ്ങൾ ഉണ്ടായിരുന്നു. ചപ്രമഞ്ചങ്ങൾ. അവയൊക്കെ ആളുകൾ പെരുമാറിയിട്ട് ആഴ്ചകളുടെ അകലമുണ്ടെന്ന് തോന്നുമായിരുന്നു. ജീർണതയുടെ ഗന്ധം വായുവിൽ. 1-2 മുറികളിൽ നിന്ന് കടവാവലുകൾ പ്രാണരക്ഷാർത്ഥം ചിറകടിച്ചു പറന്നു. പെരിച്ചാഴികൾ വെളിച്ചം കണ്ട് ഭയന്ന് പാഞ്ഞു. മുറികൾ ഒന്നൊന്നായി പിന്നിടുമ്പോൾ പരിശോധകരുടെ രോഷം അമ്പരപ്പായി വളരുകയായിരുന്നു. ഈ ഇല്ലത്ത് ആൾതാമസമുള്ള ലക്ഷണമേ ഇല്ലല്ലോ. ചെറുപ്പക്കാരൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു. "ഇതാ, ഈ മുറിയിലേക്കാണവൾ എന്നെ നയിച്ചത്." അയാൾ കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് അവർ കയറി. ചെറുപ്പക്കാരനെ അവർ വിശ്വസിക്കുന്നു. പക്ഷേ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അസാധാരണമായതെന്തോ. പൊടുന്നനെ അവരുടെ ചെവികളിൽ ഒരു പൊട്ടിച്ചിരിയുടെ അലകൾ വന്നടിച്ചതുപോലെ പലർക്കും തോന്നി. പരിഹാസച്ചിരിയുടെ അലകൾ. ഒരു പെണ്ണിന്റെ ശബ്ദമാണതെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. "അവൾ ഇതിലുണ്ട്, ഏതോ ഒരു മുറിയിൽ. പരത്, നിലവറ വരെ പരിശോധിക്കൂ. ഒരിടത്തും തിരയാതെ വിടരുത്. എന്നിട്ടും കണ്ടില്ലെങ്കിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ. അതോടെ അവൾക്കിറങ്ങി വരാതിരിക്കാനാവില്ല." ആ വാക്കുകൾ മാനിക്കപ്പെട്ടു. അന്വേഷണ സംഘങ്ങൾ പല ഭാഗത്തായി തിരയാൻ തുടങ്ങി. പൂജാമുറിയിലും അവർ തിരഞ്ഞു. അവിടെ ഒരു പഴയ തിരുത്തുണി പോലും ഉണ്ടായിരുന്നില്ല. ആ തിരച്ചിലും ദയനീയമായി പരാജയപ്പെട്ടു. ആ ഇല്ലത്ത് ഭദ്ര ഇല്ല, അതവർക്ക് തീർച്ചയായി. ഇനി തിരയാൻ ഇല്ലത്തൊരിഞ്ച് സ്ഥലം പോലുമില്ല. അവൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടിരിക്കുമോ? എങ്കിൽ ഇനി ഇവിടേക്ക് അവൾ വരാതിരിക്കാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. ഇതുതന്നെ. അയാൾ അങ്ങനെ പറഞ്ഞതും ഇല്ലത്തിന്റെ ഒരു കോണിലേക്ക് കയ്യിലിരുന്ന പന്തം ഉയർത്തിയതും ഒരുമിച്ചായിരുന്നു. ആർക്കും നിഷേധ സ്വരമുണ്ടായിരുന്നില്ല. ഒരജ്ഞാത ശത്രുവിനെ ഒരുമിച്ചാക്രമിക്കുന്ന വാശിയോടെ പന്തങ്ങൾ എല്ലാം ഇല്ലത്തിന്റെ മേൽക്കൂരയിലേക്ക് ഉയർന്നു. ആ നാലുകെട്ട് ആളിക്കത്താൻ തുടങ്ങി. പുറത്ത് ഗ്രാമം ആർത്തു ചിരിച്ചു. ഇതൊന്നും അറിയാത്ത ഭദ്ര അവളുടെ ശാശ്വതമായ താവളം തേടി എത്രയോ മുൻപേ യാത്ര തുടങ്ങിയിരുന്നു. ഒരു മനുഷ്യ സ്ത്രീയായി താനീ നാട്ടിലേക്ക് തിരിച്ചു വരികയില്ലെന്നവൾ ശപഥം ചെയ്തിരുന്നു. ആ ശപഥം ഭദ്ര നിറവേറ്റുകയും ചെയ്തു. വീണ്ടും അവൾ അവിടെ വന്നത് ഒരു മനുഷ്യ സ്ത്രീയായിട്ടല്ലായിരുന്നു. മേലെടുത്ത് മനയുടെ ഉമ്മറത്ത് ഭവത്രാതൻ തിരുമേനി അങ്ങോട്ടും ഇങ്ങോട്ടും അതിദ്രുതം നടന്നു. ആശ്രിതൻ കുഞ്ചുനായർ രണ്ടാം മുണ്ടരയിൽ കെട്ടി ഓച്ചാനിച്ചു നിന്നു. "ഇപ്പോഴെന്തായി തിരുമനസേ? നീലകണ്ഠൻ തിരുമേനിയുടെ പത്തിക്കല്ലേ അടിയേറ്റത്? ഇനിയൊരു കളി കളിക്കും. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായമുണ്ടോ എന്നറിയാൻ അയാൾ ഗുരുവിന്റെ അടുത്ത് പോയിരിക്കുകയാണത്രേ. ഗുരു സഹായിച്ചാൽ രക്ഷപ്പെട്ടേക്കും. അവൻ ആ പാച്ചുവിന്റെ നാവുണ്ടല്ലോ, അതും ഉൾവലിഞ്ഞു പോയി. തിരുമേനിയെക്കുറിച്ച് അരുതാത്തത് പറഞ്ഞപ്പോഴേ ഞാൻ നനച്ചതാ നാവ് പഴുത്തു പോകുമെന്ന്. ഇപ്പോഴെന്തായി? നാക്കങ്ങനെ ഇറങ്ങി പോയില്ലേ?" കുഞ്ചു നായർക്ക് ആഹ്ലാദം അടക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴല്ലേ സംഭവം അറിയുന്നത്? അയാൾക്ക് ഇങ്ങനെ തന്നെ വരണം. ശ്രീലത കുഞ്ഞിന്റെ കണ്ണീരിൽ മുക്കിയല്ലേ മകനെ കൊണ്ട് കുടുംബവും ബലവുമുള്ള പെണ്ണിന്റെ കഴുത്തിൽ മഞ്ഞച്ചരട് കെട്ടിച്ചത്. ഇപ്പോഴെന്തായി? അതെ, എന്തായി? ഭവത്രാതൻ തിരുമേനി ഒരക്ഷരം ഉരുകാടിയില്ല. ആശ്രിതന്റെ ആഹ്ലാദം ഏറ്റുവാങ്ങാനും അനുഭവിക്കാനും കഴിയുന്നില്ല. തന്നെപ്പോലെ ഒരു മാന്ത്രികനാണ് നീലകണ്ഠനും. സഹജീവിയുടെ പതനത്തിൽ ആഹ്ലാദം കൊള്ളാൻ ആ ശുദ്ധ മനസ്സിന് കഴിയുന്നില്ല. തനിക്കായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നീലകണ്ഠൻ തിരുമേനി ഊറ്റം കൊണ്ടേനെ. പക്ഷേ തനിക്കതിന് കഴിയുന്നില്ല. അയാൾക്ക് വല്ല രക്ഷയുമുണ്ടോ തിരുമനസേ? ആ പിശാചിനി ഗോകുലം കൊണ്ടേ പോകൂ എന്നാ കേട്ടത്. കുഞ്ചുനായർ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഭവത്രാതൻ തിരുമേനി ഒന്ന് മോളി. അതെ, ഭദ്ര ചില്ലറക്കാരിയല്ല.
1001 രക്ഷസുകളുടെ ശക്തിയുള്ള ഒരു അപൂർവ യക്ഷിയാണവൾ. അവളൊരു മനുഷ്യ സ്ത്രീയായിരുന്നെന്നും പറഞ്ഞു കേൾക്കുന്നു. ഉള്ളതാണോ തിരുമേനി? ഭവത്രാതൻ തലകുലുക്കി. അതെ, പക്ഷേ അവൾ കർമ്മം കൊണ്ടും സിദ്ധി കൊണ്ടും മനുഷ്യാതീത ശക്തി നേടിയെടുത്തു. 101 രജസ്വലകളുടെ രക്തം ഹോമിച്ച് അവൾ യക്ഷിയായി. ആ യക്ഷിയെ പാലക്കൽ തറവാട്ടിലെ വളപ്പിൽ ഒരു പാലച്ചുവട്ടിൽ ശിലയിലേക്ക് ആവാഹിച്ചിരുത്തിയത് ഗുരുവായിരുന്നു. കുട്ടിക്കളിയുടെ കൂട്ടത്തിൽ എങ്ങനെയോ ഗോകുലൻ കല്ലിൽ മാല ചാർത്തി. അതാണ് അവൾക്കൊരു പുനർജന്മം നൽകിയത്. പുരുഷന്മാരോട് ഒടുങ്ങാത്ത പകയുള്ളവളാണ് ഭദ്ര. പുരുഷനാണ് അവളെ നശിപ്പിച്ചത്, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന ഒരു തിരുമേനി. അയാളെ അവൾ ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടവൾ തൃപ്തിയായേനെ. പക്ഷേ അത് സമ്മതിച്ചില്ല. അവൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ വീണ്ടും അവളെ പരീക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരനെത്തി. അയാളെ കൊന്നില്ലെങ്കിലും കൊല്ലാതെ കൊന്ന് പകരം വീട്ടി. അന്നവൾ ആ ഇല്ലം വിട്ടിറങ്ങി ഓടി. അല്ലെങ്കിൽ ആ രാത്രി താൻ വധിക്കപ്പെടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ പലായനം ഒരു യക്ഷിക്കാവിലാണ് അവൾ അവസാനിപ്പിച്ചത്. പുറം ലോകമറിയാതെ അവൾ അവിടെ ഇരുന്ന് പൂജ തുടങ്ങി. ലോകത്തോട് മുഴുവൻ പ്രതികാരം ചെയ്യാനുള്ള ശക്തി സംഭരിക്കാനായിരുന്നു പൂജ. ആ പൂജാസിദ്ധികൾ കൊണ്ട് ആ യക്ഷിക്കാവിലേക്ക് രജസ്വലകളാകുന്ന പെൺകുട്ടികളെ ആകർഷിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ആ രജസ്വലകളുടെ രക്തം ഹോമിച്ചവൾ ശക്തി സംഭരിച്ചു. 101ാമത്തെ പെണ്ണിന്റെ രക്തം ഹോമിക്കുമ്പോഴേക്കും മനുഷ്യജന്മം മാറി അവൾ യക്ഷിയായി കഴിഞ്ഞിരുന്നു. പുതിയ ആത്മാവ് നേടിയ ഭദ്ര തന്റെ ശരീരം ഭസ്മീകരിച്ചു കളഞ്ഞു. അവൾ ആത്മാവായി അലയാനും തുടങ്ങി. പിന്നെ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ അവൾ അഴിച്ചുവിട്ടു. നമ്പൂതിരി യുവാക്കളെ വേട്ടയാടാനാണ് ആദ്യം ആരംഭിച്ചത്. പിന്നെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ. ആ ശല്യം സഹല്യമായപ്പോഴാണ് നാട്ടുകാർ ചേർന്ന് പ്രശ്നം വെച്ചത്. ഭദ്രയെ അവർ തിരിച്ചറിഞ്ഞതും. ഗുരുവാണ് അവളെ ആവാഹിച്ച് പാലച്ചുവട്ടിലിരുത്തിയത്. ആ വിഗ്രഹത്തിനു മേൽ രക്തമോ പുഷ്പങ്ങളോ വീഴരുതെന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നു. പാലപ്പൂക്കൾ തനിയെ വീഴുന്നതിൽ കുഴപ്പമില്ല, മാലകെട്ടി ഇടരുതെന്നാണ് പറഞ്ഞിരുന്നത്. ഇക്കഥയൊന്നും അറിയാതെയാണ് കുട്ടികൾ ആ വളപ്പിൽ കളിച്ചത്, ഗോകുലൻ മാല ചാർത്തിയത്. അന്നു മുതൽ അവൾ അവന്റെ വിവാഹ ദിവസം കാത്തിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ശ്രീലതയാണവൻ വിവാഹം ചെയ്തിരുന്നതെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിച്ചേനെ. കുഴപ്പം അവിടെയൊന്നുമല്ല. അവളെ പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭദ്ര അവളുടെ 2ാം ജന്മം ആരംഭിക്കും. ഗോകുലൻ ഒരു നിമിത്തം മാത്രം. പണ്ടത്തെ പോലെ ചെറുപ്പക്കാരെ മുഴുവൻ അവൾ നശിപ്പിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഭവത്രാതൻ തിരുമേനി പറയുന്നത് കേട്ടപ്പോൾ കുഞ്ചുനായർ ഭയം കൊണ്ട് കിടുങ്ങിപ്പോയി. അയാൾ ഉമ്മറത്തേക്ക് കയറി നിന്നു. തിരുമേനി അതറിഞ്ഞില്ലെന്നാണ് കുഞ്ചുനായർ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം അത് കണ്ടു ചിരിക്കുകയും ചെയ്തു. കുഞ്ചുവിന് ഭയം തോന്നുന്നുണ്ടല്ലേ? താൻ ഭയപ്പെടേണ്ടതോ? ഭദ്രയ്ക്ക് ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെയാണ് ആവശ്യം. തന്നെ പോലെയുള്ള ഉണക്കപ്പുല്ലിനെയൊന്നും അവൾക്ക് വേണ്ട. ഭവത്രാതൻ നമ്പൂതിരി ഉറക്കെ ചിരിച്ചു. കാഴ്ചയെ ഞാൻ ഉണങ്ങിയാണിരിക്കുന്നതെങ്കിലും ആ കാര്യത്തിൽ ഇത്തിരി മോശമാ തിരുമേനി അടിയൻ. ചോരയും നീരും പറ്റിയിട്ടില്ല, അതാത്ര പേടി. കുഞ്ചുനായർ നെഞ്ചിടിപ്പോടെ പറഞ്ഞു. എന്നാലും ഞാൻ മാത്രമാകില്ലല്ലോ, പാച്ചുവും കാണില്ലേ? അവനല്ലേ പാലക്കലെ വലിയ പുള്ളി. ഏതായാലും അവനെ കഴിഞ്ഞ് ഭദ്രപ്പെണ്ണ് തന്നെ തേടൂ. ആലോചിച്ചപ്പോൾ ആ കഥ താനിപ്പോൾ കേൾക്കേണ്ടിയിരുന്നില്ലെന്ന് കുഞ്ചുനായർക്ക് തോന്നി. അങ്ങനെ ഒരൊറ്റ ചെകുത്താനെയും ഭയമില്ലായിരുന്നു. പക്ഷേ ഇനി ഭയപ്പെടേണ്ടി വന്നേക്കും. എന്നാലും ആ നീലകണ്ഠൻ ഇങ്ങനെ പിണയുമെന്നാരും കരുതിയില്ല. കഷ്ടമായി പോയി. ഭവത്രാതൻ തിരുമേനി പറഞ്ഞു. ഒരു കഷ്ടവുമില്ല തിരുമേനി. വാതിൽക്കൽ ചെന്ന തിരുമനസിനെ ആട്ടിയിറക്കി വിട്ടവന അയാൾ. എന്തിനു വേണ്ടി? 7 ദിവസത്തിനുള്ളിൽ ഫലം ലഭിച്ചില്ലേ? തലമറന്ന് എണ്ണ തേച്ചാൽ ഇങ്ങനെ ഇരിക്കും. കുഞ്ചുനായർക്ക് തെല്ലും ഉത്കണ്ഠയില്ല. ശ്രീലത കുഞ്ഞിനെ ഗോകുലൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും വിഷമമുണ്ടാവില്ലായിരുന്നു. അപ്പോൾ പുളിങ്കൊമ്പ് തേടിപ്പോയി. ഇപ്പോഴെന്തായി? ആ ചോദ്യം കുഞ്ചുനായർ തിരിച്ചും മറിച്ചും സ്വയം ചോദിച്ചു. ഇപ്പോഴെന്തായി? ശബനപ്പിഴ തന്നെ, ശബനപ്പിഴ. മാന്ത്രികനായ തന്റെ പിന്നാലെ ദുശകുനങ്ങൾ അഴിച്ചുവിടുന്നത് ഭവത്രാതനായിരിക്കില്ലേ? പാടത്ത് ഉരുണ്ടു പിരണ്ടു വീണപ്പോഴും നീലകണ്ഠൻ നമ്പൂതിരി ചിന്തിച്ചതിങ്ങനെയായിരുന്നു. സത്യം അതല്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കുമ്പോൾ മനസ്സിനൊരു ലാഘവം. ഇരുട്ടിൽ തപ്പിത്തപ്പി കയ്യിൽ നിന്ന് തെറിച്ചു വീണ ശൂലം കണ്ടുപിടിച്ചു. പകുതി അതുകൊണ്ടായില്ല.
പൗർണമിക്കിനി 7 നാളുകളെയുള്ളൂ. അതിനു മുൻപ് അഗ്നിമലയിൽ ചെന്ന് തൃശൂലം കൊണ്ടുവരാൻ കഴിയുമോ? അനേക കാതം അകലെയുള്ള അഗ്നിമലയിലെത്തണമെങ്കിൽ തന്നെ 4 നാളുകൾ വേണം. തിരിച്ചിങ്ങോട്ടും അത്രയും നാൾ. ഓർത്തപ്പോൾ തന്നെ നീലകണ്ഠൻ തിരുമേനി തളർന്നു. വല്ല കുതിരവണ്ടിയും ഏർപ്പാട് ചെയ്യാം. ഇല്ലത്തെ മുഴുവൻ സ്വത്തും വിനിയോഗിച്ചാലും വേണ്ടില്ല. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. തനിക്ക് ചുറ്റും ചുഴലിക്കാറ്റുറഞ്ഞു തുള്ളുന്ന കഥയൊന്നും നീലകണ്ഠൻ തിരുമേനി അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷാർത്ഥം തെറ്റിയാൽ ഗോകുലന്റെ ജീവൻ. അതോർത്തപ്പോൾ കാലുകൾക്ക് വേഗം പിന്നെയും വർദ്ധിച്ചു. ഓടിയിട്ടും ഇല്ലത്തെത്താത്തതെന്താ? അപ്പോഴാണ് നീലകണ്ഠൻ തിരുമേനി പരിസരം ശ്രദ്ധിച്ചത്. അപ്പോൾ ഞെട്ടി. കാലുകൾ നിശ്ചലമാവുകയും ചെയ്തു. താൻ ഓടുന്നത് ഇല്ലത്തേക്കുള്ള വഴിയേയല്ല. ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ആരോ തന്നെ തെറ്റായ മാർഗത്തിലൂടെ നയിക്കുകയാണ്. ഇല്ലത്ത് നിന്ന് വളരെ അകലേക്കാണ് താൻ നടന്നുകൊണ്ടിരുന്നത്. ഇതും ആ ഭദ്രയെന്ന യക്ഷിയുടെ പണിയാകാനേ വഴിയുള്ളൂ. തന്റെ ഉപാസനാമൂർത്തികളെയെല്ലാം ഒരുമിച്ച് വിളിച്ച് തിരുമേനി കേണു. എല്ലാവരും ഈ നിർണായക നിമിഷത്തിൽ തന്നെ കൈയൊഴിഞ്ഞു. കണ്ണുമടച്ചു നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നെ തിരിഞ്ഞോടാൻ തുടങ്ങി. ശൂലം കയ്യിലിരുന്ന് വിറകൊള്ളുന്നുണ്ടെന്ന് നീലകണ്ഠൻ തിരുമേനിക്ക് തോന്നി. ആരോ ബലമായി അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. ആ ഓർമ്മ തോന്നിയപ്പോൾ തിരുമേനി ശൂലത്തിലുള്ള പിടി മുറുക്കി. ഒടുവിൽ ഇല്ല പൂമുഖം. പൂമുഖത്തെ വെളിച്ചം കണ്ടപ്പോൾ തെല്ലൊരാശ്വാസമായി. ആരൊക്കെയോ ഉമ്മറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അറിയാതെ ഒരഗ്നിഗോളം തിരുമേനിയെ തടഞ്ഞു നിർത്തി. വേഗം ചെല്ലൂ. അവന്റെ മുറിക്കുള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ പൊട്ടിച്ചിരി തുടരെ കേൾക്കുന്നുണ്ട്. ഒരു വട്ടം ഗോകുലന്റെ നിലവിളിയും കേട്ടിരുന്നു. ഗോകുലൻ പരാജയത്തിന്റെ അവസാനത്തെ പടിയിലായിരുന്നു. ഭദ്ര തന്റെ തനിനിറം പുറത്തു കാണിച്ചപ്പോഴും പതറാതെ നിൽക്കാൻ അവന് കഴിഞ്ഞു. അവൾ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും അച്ഛൻ കെട്ടിയ ഏലസവൻ അഴിച്ചു കളഞ്ഞില്ല. ഭദ്ര ഭീഷണിപ്പെടുത്തി. എന്നിട്ടും അവൻ അനങ്ങിയില്ല. ഭയം കൊണ്ട് കിടുകിട വിറയ്ക്കുമ്പോഴും മനസ്സിൽ ആവോളം ധൈര്യം സംഭരിക്കാൻ അവൻ പാടുപെടുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഭദ്രയ്ക്കൊരു ബുദ്ധി ഉദിച്ചത്. നിങ്ങൾ ഏലസ് അഴിച്ചു കളയില്ല അല്ലേ? എങ്കിലത് ഞാൻ അഴിപ്പിക്കാം. ഭദ്രയുടെ കണ്ണുകൾ അവന്റെ ഏലസിൽ തന്നെ തറഞ്ഞു നിന്നു. ആ നിമിഷം ഗോകുലൻ പതറാൻ തുടങ്ങി. ഏലസ് ചൂട് പിടിക്കുന്നു. അത് നിമിഷം തോറും വളരുകയാണ്. തീക്കനൽ പോലെ പൊള്ളാൻ ആരംഭിച്ചപ്പോൾ അവന്റെ കൈ അവനറിയാതെ ഏലസ് കെട്ടിയ ചരടിന് നേരെ നീണ്ടു ചെന്നു. പൊട്ടിച്ചെറിഞ്ഞില്ലെങ്കിൽ കത്തി അതിറങ്ങുമെന്നാണ് അവന് തോന്നിയത്. ആ നിമിഷം തന്നെയായിരുന്നു നീലകണ്ഠൻ തിരുമേനി ഇല്ലപ്പടിക്കലെത്തിയത്. കാത്തുനിന്ന ആളുകളുടെ വാക്കുകൂടി കേട്ടപ്പോൾ തിരുമേനി ആ മുറിയുടെ നേരെ പാഞ്ഞു. ഇപ്പോൾ ധൈര്യവും ശക്തിയും പതിന്മടങ്ങായി തന്നിൽ മടങ്ങിയെത്തിയിരിക്കുന്നതായി തിരുമേനിക്ക് തോന്നി. ഗോകുലനെ വിളിക്കാനൊന്നും നിന്നില്ല. ചെന്നപാടെ ആ ശക്തിയിൽ അടഞ്ഞുകിടന്ന വാതിലിനിട്ട് ശക്തിയായി തൊഴിച്ചു. 2 പേർ കൂടി തിരുമേനിയുടെ സഹായത്തിനെത്തി. ആ വാതിൽ അടുത്ത നിമിഷം ഉള്ളിലേക്ക് പൊളിഞ്ഞു മറിഞ്ഞു. ശൂലവുമായി തിരുമേനി മുറിയിലേക്ക് ചാടിക്കയറി. ഭദ്രയുടെ തേറ്റ ഗോകുലന്റെ കഴുത്തിൽ അമരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു നിമിഷം ഭദ്ര പകച്ചു നോക്കി. അവളുടെ മുഖത്തെ പൈശാചിക ഭാവം കണ്ട നീലകണ്ഠൻ നമ്പൂതിരി ഭയന്നുപോയി. മനസ്സിൽ ഉപാസനാമൂർത്തി മന്ത്രവും ചൊല്ലി ഇരുകൈകളും കൊണ്ട് ആ ചാണകമെഴുതിയ തറയിലേക്ക് അദ്ദേഹം ശൂലം കുത്തിത്താഴ്ത്തി. ദയനീയമായ ഒരു രോദനത്തോടെ ഭദ്രയുടെ രൂപം ഒരു പുകച്ചുരുൾ പോലെ ജാലകത്തിന്റെ കമ്പികൾക്കിടയിലൂടെ അപ്രത്യക്ഷമായി. അബോധാവസ്ഥയിൽ നിന്ന് ഗോകുലൻ പിടഞ്ഞെണീറ്റു. അവന്റെ ശരീരം പൂക്കുല പോലെ വിറയ്ക്കുകയാണ്. വരണ്ട തൊണ്ടയിൽ വാക്കുകൾ വീർപ്പുമുട്ടി നിന്നു. തന്നെ പിടികൂടിയിരുന്ന പൈശാചിക ശക്തി ഒഴിഞ്ഞു പോയെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുറിയിലെല്ലായിടവും ഗോകുലൻ അതേ പകപ്പോടെ തുറച്ചു നോക്കി. നീലകണ്ഠൻ നമ്പൂതിരി ഒരു ദീർഘനിശ്വാസമുതിർത്തു. തൽക്കാലത്തേക്ക് തന്റെ മകൻ സുരക്ഷിതനായിരിക്കുന്നു. ആശ്വാസകരമാണ് ആ ഓർമ്മയെങ്കിലും അതിന്റെ ക്ഷണഭങ്കുരതയോർക്കുമ്പോൾ വീണ്ടും വിളറും. ഇനി 7 നാളുകൾക്കുള്ളിൽ അഗ്നിമലയിൽ നിന്ന് തൃശൂലം കൊണ്ടുവരണം. പൗർണമി നാളിലേക്കിനി 7 ദിനങ്ങളെയുള്ളൂ. അതൊരാശ്വാസമല്ല, നടക്കുന്ന ഓർമ്മ തന്നെയാണ്. അവൾ നിന്നെ ഉപദ്രവിച്ചോ മകനെ?
ഉത്കണ്ഠയോടെ നീലകണ്ഠൻ തിരുമേനി ചോദിച്ചു. ഇല്ല, തക്ക സമയത്ത് തന്നെ അച്ഛനെത്തി. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഈശ്വര, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. ഗോകുലൻ ശബ്ദിച്ചു. സുമതിയെ തിരക്കിപ്പോയ അവസാന സംഘവും മടങ്ങിയെത്തിയിരിക്കുന്നു. പറയാനൊരു സുഖമുള്ള വാർത്തയുമില്ലാതെ തന്നെ അവളുടെ വീട്ടിൽ നിന്നെത്തിയവരുടെ പദം പറച്ചിലും നിലവിളിയും ഇനിയും അടങ്ങിയിട്ടില്ല. വല്ല വിധേനയും നീലകണ്ഠൻ നമ്പൂതിരി അവരെ പറഞ്ഞു മനസ്സിലാക്കി. സുമതിക്കൊരു അപകടവും സംഭവിക്കില്ല. അവൾ മടങ്ങി വരാൻ 7 ദിവസം വൈകും. ഉൾക്കിടിലമായി അവരത് കേട്ടുനിന്നു. ആശ്രിതൻ പാച്ചു ആ മുറിയുടെ മൂലയിൽ നിന്ന് കഴിയുന്നിടത്തോളം തിരുമേനിയുടെ സമീപത്തേക്ക് മാറി നിന്നു. കഴിഞ്ഞ സംഭവങ്ങൾ അയാളുടെ വായടപ്പിച്ചിരിക്കുന്നു. ഇല്ലത്തിന് പുറത്തേക്കിറങ്ങാൻ അയാൾക്കെപ്പോൾ ഭയമാണ്. തന്റെ തിരുമേനിക്ക് ഈ ദുർഗതി വരുത്തിയത് മേലേടത്ത് മാന്ത്രികനാണെന്ന് തന്നെ പാച്ചു വിശ്വസിക്കുന്നു. ആകെ നാണക്കേടായി. ഈ പുല്ലരിക്കുന്ന ഗ്രാമത്തിൽ ഇക്കഥയറിയാത്തവരില്ല. പേരെടുത്ത മാന്ത്രിക പാരമ്പര്യമുള്ള ഇല്ലത്തിലെ പുത്രവധുവിന്റെ ആദ്യ രാത്രി മുതൽ കാണാതാവുക. എന്താ കഥ? തന്റെ മുഖത്തു നോക്കി ആളുകൾ ചോദിക്കില്ലേ, നിന്റെ മഹാമാന്ത്രികനായ തിരുമേനി എന്തിനാ പാച്ചു നെട്ടോട്ടമോടുന്നത്? യക്ഷിയെ കൂട്ടുകിടത്തുന്നവരല്ലയോ പാച്ചു പാലക്കൽ മാന്ത്രികർ? ഒരു യക്ഷിയെ മകൻ കെട്ടിയെന്ന് വെച്ച് എന്തിനിത്ര പരിഭ്രമിക്കാനിരിക്കുന്നു? ഒന്നുമില്ലേലും കൂടെ കിടക്കുമ്പോൾ നല്ല പാലപ്പൂവിന്റെ ഗന്ധം അനുഭവിക്കാലോ. കുഞ്ചുവിനെയും മുഖാമുഖം കണ്ടിരുന്നു. പക്ഷേ അവനെന്തോ ഒരക്ഷരം മിണ്ടിയില്ല. തന്നെ താറടിക്കാൻ പറ്റിയ അവസരമായിരുന്നു അവന്. കണ്ടപാടെ മുഖം തിരിച്ചു പൊയ്ക്കളഞ്ഞു. അതും പാച്ചുവിന് മറ്റൊരത്ഭുതമായി. ഭദ്രയെ തിരിച്ചുവിട്ടത് ഒരു ശത്രുക്കളുമല്ലെന്ന് നീലകണ്ഠൻ നമ്പൂതിരിക്ക് ഉറപ്പുണ്ടായിരുന്നു. മേലേടത്ത് മാന്ത്രികനെയും ആ നിലയിൽ കുറ്റപ്പെടുത്താനൊക്കില്ല. പക്ഷേ അത് സൗകര്യപൂർവ്വം നീലകണ്ഠൻ തിരുമേനി മറന്നു. ഇതൊരവസരമാണ്. നഷ്ടപ്പെടുത്തിയാൽ വല്ലാത്ത ക്ഷീണമുണ്ടാക്കിയേക്കാവുന്ന അവസരം. മേലേടത്ത് മാന്ത്രികനെതിരെ ജനരോഷം തിരിച്ചുവിടാനുള്ള ഏറ്റവും പറ്റിയ ഒരവസരമാണിത്. ഭദ്രയെ ഇറക്കി വിട്ടത് അയാളുടെ കടും കൈയാണെന്ന് ആവോളം പ്രചരിപ്പിക്കുക. താൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ ജനശ്രദ്ധ അപ്പാടെ തന്റെ മേലാകും. ഭവത്രാതനെ നാട്ടുകാർ വെറുക്കും. ഇതിലും വലിയൊരു രീതിയിൽ അയാളോട് പ്രതികാരം ചെയ്യാനാവില്ല. ആ നിർണായക നിമിഷത്തിലും പാലക്കൽ മാന്ത്രികൻ ചിന്തിച്ചതിങ്ങനെയായിരുന്നു. ഇല്ലത്ത് ചിലവഴിക്കാൻ സമയമൊട്ടുമില്ലെന്ന് നീലകണ്ഠൻ നമ്പൂതിരിക്ക് നല്ലവണ്ണം അറിയാം. ഒരു നിമിഷം വൈകിയാൽ അഗ്നിമലയിലെത്താൻ അത്രയും വൈകും. ആ താമസം തന്റെ എല്ലാ മാന്ത്രിക പാരമ്പര്യങ്ങളുടെയും കടക്കൽ വെക്കുന്ന മടുപോലെ ദുരന്തകരമാവുകയും ചെയ്യും. എടാ പാച്ചു, തിരുമേനി ആശ്രിതനെ വിളിച്ചു. എന്തോ തിരുമേനി? ആ വിളി കേൾക്കാൻ കാത്തുനിന്നതുപോലെ ആശ്രിതൻ വിളി കേട്ടു. നീ വേഗം ചെന്ന് ഒരു കുതിരവണ്ടി ഏർപ്പാട് ചെയ്തോണ്ട് വരൂ. എന്നിട്ട് ഒപ്പം പോരാൻ ഒരുങ്ങിക്കോ. നമുക്ക് അഗ്നിമലയിലേക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടണം, തിരുമേനി കൽപ്പിച്ചു. അഗ്നിമലയിലേക്കോ? പാച്ചുവിന്റെ ഹൃദയത്തിൽ ഒരിടി വെട്ടി. ആ ചോദ്യം അയാൾ മനസ്സിൽ ആവർത്തിച്ചു. അഗ്നിമലയിലേക്കോ? കൂടുതൽ അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ചോദിക്കാൻ മടിച്ചു. ഇപ്പോഴതിനുള്ള സൗകര്യവും സന്ദർഭവുമില്ല. ഭീകരമായ അഗ്നിമലയിലേക്ക് പോകുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ നടുങ്ങിയതാണ് അയാൾ. മനുഷ്യന് പോകാൻ കഴിയാത്ത പരേതാത്മാക്കളുടെ ലോകമെന്നാണ് അഗ്നിമല അറിയപ്പെടുന്നത് തന്നെ. അവിടേക്കെന്തിന് തിരുമേനി പോകുന്നു? സംശയം ഉള്ളിലമർത്തിക്കൊണ്ട് തന്നെ പാച്ചുനായർ കർമ്മനിരതനായി. ഇരുട്ട് പെയ്തു തുടങ്ങിയപ്പോൾ പാലക്കൽ ഇല്ലത്തിന്റെ പടിപ്പുര ഇറങ്ങി അയാൾ കവലയിലേക്ക് ദ്രുതഗതിയിൽ നടന്നു. കുതിരവണ്ടി ഏർപ്പാട് ചെയ്യണം, കൂടെ കൊണ്ടുവരികയും വേണം. ഈ രാത്രി തന്നെ പുറപ്പെടണമെന്നാണ് തീരുമാനമെന്ന് തോന്നുന്നു. പോകണമെന്ന് പറഞ്ഞാൽ കൂടെ പോകാതിരിക്കാനാവില്ല. ആശ്രിതനെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അടിമയെന്നർത്ഥം. ഇതുവരെ പാലക്കൽ ആശ്രിതനെന്ന് പറയുന്നതൊരു സുഖമുള്ള കാര്യമാണെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈയിടെ അതൊരു പേടിപ്പെടുത്തുന്ന അനുഭവമായി തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരല്ലാത്ത ദുർമൂർത്തികളുടെ ഇടയിലുള്ള വാസം ഒരു തന്റേടമൊക്കെ നൽകിയിരുന്നു. ഇപ്പോഴോ തന്റേടം ചോർന്നു പോയിരിക്കുന്നു. ഓരോന്നാലോചിച്ച് പാച്ചുനായർ ഇരുട്ടിന്റെ ഇടവഴികളിലൂടെ നടന്നു. മനയിൽ നിന്നിറങ്ങി വയൽ സാമ്രാജ്യത്തിലൂടെ തെങ്ങിൻ തോപ്പിലേക്ക് കയറുകയായിരുന്നു അയാൾ. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പുകൾ. ഒരറ്റത്തു നിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണാൻ കഴിയില്ല. തെങ്ങിൻ തോപ്പിന്റെ മധ്യഭാഗത്തോളം എത്തിയപ്പോൾ പാച്ചുനായരുടെ കാലുകൾ പൊടുന്നനെ നിശ്ചലമായി. തന്റെ മുന്നിൽ ഒരു 4-5 തെങ്ങുകളുടെ അകലത്തിൽ ആരോ നിൽക്കുന്നില്ലേ? ഒരു തെങ്ങിന് മറിഞ്ഞ് താൻ കടന്നുപോകുന്ന വഴിയിൽ തന്നെ.
പാച്ചുനായരുടെ ഹൃദയം അതിദ്രുതമിടിച്ചു. മുന്നോട്ട് നടക്കണോ തിരിച്ചു പോകണോ എന്ന് ആലോചിച്ച് ഒരു നിമിഷം നിന്നു. അറിയാത്ത ഏതോ നിഴലാണ് കണ്ടതെന്നും അതിപ്പോൾ അവിടെ കാണാനില്ലെന്നും വ്യക്തമാകും വരെ പാച്ചു അവിടെ തന്നെ നിന്നു. പിന്നീട് നടത്തം തുടർന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ അത് തന്റെ വെറും തോന്നൽ മാത്രമായിരിക്കും. ആരാണീ രാത്രിയിൽ ഇതിലെ വരാൻ? പകലുള്ള നേരത്ത് മനുഷ്യന് ഭയം തോന്നുന്ന മഹാവിജനതയാണ് തെങ്ങിൻ തോപ്പിൽ, പിന്നെയല്ലേ രാത്രിയിൽ? മനസ്സിൽ ഓരോന്നു തോന്നിയതിന്റെ ബഹിർസ്ഫുരണമായിരിക്കും അത്. അങ്ങനെ സമാധാനിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പക്ഷേ അധിക ദൂരം നടക്കാൻ പാച്ചുവിന് കഴിഞ്ഞില്ല. പിന്നെയും ഒരു തോന്നൽ. തെങ്ങിൽ ചാരി ആരോ നിൽക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് പാച്ചു നടന്നു ചെന്നു. താൻ പാലക്കൽ മാന്ത്രികന്റെ ആശ്രിതനാണ്. ഒന്നുമില്ലേലും ആ അന്തസ് താൻ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ? മാന്ത്രികന്റെ ആശ്രിതന് ഭയമെന്നതിൽ പരം ഒരു നാണക്കേട് മറ്റെന്തുണ്ട്? ആവോളം ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. അതിന് ഫലമുണ്ടായി. 4-5 തെങ്ങുകളുടെ ദൂരം താണ്ടാൻ അയാൾക്ക് കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്ന്. തെങ്ങിൽ ചാരി നിന്നിരുന്ന സ്ത്രീരൂപം പൊടുന്നനെ പാതയിലേക്ക് ഇറങ്ങി നിന്നു. ഇത്തവണ പാച്ചു നടുങ്ങിപ്പോവുക തന്നെ ചെയ്തു. ഇത് സുമതിയല്ലേ, ഗോകുലന്റെ വധു? ലോകമായ ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത സുമതി. ചിരപരിചിതയെപ്പോലെ സുമതി പാച്ചുനായരെ നോക്കി ചിരിച്ചു. അവളുടെ കണ്ണിൽ അവ്യക്തമായ ഏതോ ഭീതിയുടെ നിഴൽ നിറഞ്ഞു കിടക്കുന്നത് പാച്ചുനായർക്ക് വ്യക്തമായി. പാച്ചുനായരല്ലേ? ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാനൊരു അപകടത്തിലാണ്. ഉദ്യോഗത്തോടെയാണ് അവളുടെ സംസാരം. സുമതി ഏതോ അപകടത്തിലാണെന്ന് എത്രയോ മുൻപേ തനിക്കറിയാം. ആ അപകടത്തിൽ നിന്നവളെ രക്ഷപ്പെടുത്താൻ തനിക്ക് കഴിയുകയെന്നാൽ അതിലും വലിയൊരു സേവനം പാലക്കൽ മനയോട് ചെയ്യാനില്ല. ആരും കണ്ടെത്താത്തത് താൻ കണ്ടെത്തിയതിലുള്ള ആഹ്ലാദം കൊണ്ട് പാച്ചുനായരുടെ ഹൃദയം നിറഞ്ഞു. കുഞ്ഞെന്നെ തിരിച്ചറിഞ്ഞല്ലോ, അതുതന്നെ സന്തോഷം. വരൂ കുഞ്ഞെ, നമുക്കില്ലത്തേക്ക് പോകാം. അത് കഴിഞ്ഞേയുള്ളൂ പാച്ചുനായർക്ക് മറ്റേത് കാര്യവും. പാച്ചുനായരെ, എന്നോടൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. അവൾ ആ കാണുന്ന കെട്ടിടത്തിനുള്ളിൽപ്പെട്ട് കിടക്കുകയാണ്. അവളെ കൂടി നമുക്ക് രക്ഷപ്പെടുത്തണം. തെങ്ങിൻ തോപ്പിനരികിലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കൊപ്രപ്പുരയിലേക്ക് ചൂണ്ടി സുമതി പറഞ്ഞു. ആരാ കുഞ്ഞെ അത്? പാച്ചുനായർക്ക് അത്ഭുതം. എന്റെ കൂട്ടുകാരിയാണ്. വരൂ, ചിലപ്പോൾ പാച്ചുനായർ കണ്ടാൽ തിരിച്ചറിഞ്ഞേക്കും. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സുമതി അയാളെ കൊപ്രക്കളത്തിലേക്ക് നയിച്ചു. ഒന്നും ആലോചിക്കാതെ പാച്ചുനായർ അവളെ അനുഗമിക്കുകയും ചെയ്തു. ഇരുട്ടിന് പെട്ടെന്ന് ദാർഢ്യതയേറിയതുപോലെ തോന്നി. ഒരു വല്ലാത്ത പിശറൻ കാറ്റ് തെങ്ങിൻ തോപ്പിന് മുകളിൽ വട്ടമിട്ടു. ഇരുവരും ആ പഴയ കൊപ്രപ്പുരയിലെത്തിയിരിക്കുന്നു. വരൂ. അവൾ വശ്യമായ ചിരിയോടെ പാച്ചുനായരെ ക്ഷണിച്ചു. പിന്തുടർന്ന് അയാൾ അകത്ത് കയറിയ മാത്രയിൽ പിന്നിൽ വാതിലടഞ്ഞത് അയാൾ അറിഞ്ഞതേയില്ല. അറിഞ്ഞപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോവുകയും ചെയ്തു. പാച്ചുനായർ പകച്ചുപോയി. അയാളുടെ തൊണ്ടയിൽ ഒരാർത്തനാദം കുടുങ്ങി. ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും കഴിയാത്ത പതനത്തിൽ അയാൾ വിഹ്വലനായി. മങ്ങിയ കണ്ണുകൾ മലർക്കെ തുറന്ന് അയാൾ വീണ്ടും വീണ്ടും നോക്കി. തന്നെ ഇവിടേക്ക് നയിച്ച സുമതി എവിടെ? നിന്ന നിലയിൽ അവൾ എവിടെ അപ്രത്യക്ഷയായി? ആ നടുക്കം തീരും മുൻപെയാണയാൾ അത് കണ്ടത്. സുമതി, യഥാർത്ഥ സുമതി ആ മുറിയുടെ മൂലയിൽ നഗ്നയായി കിടക്കുന്നു. അപ്പോൾ തന്നെ വശീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന സുമതി ആരായിരുന്നു? ഉൾക്കിടിലം പോലെ ഒരു തരിപ്പ് പാച്ചുനായരുടെ ഓരോ അണുക്കളെയും ത്രസിപ്പിച്ചു. വിവശയായി നിലത്ത് കിടന്ന സുമതി ആർദ്രയായി അയാളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ. നഗ്നത മറയ്ക്കാൻ അവൾ വൃഥാ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞേ. പാച്ചുനായർ വിറയലോടെ എന്തോ കൂടി പറയാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ വാക്കുകൾ പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പിൻകഴുത്തിൽ ഏതോ സൂചിമുന കുത്തിക്കയറുന്ന വേദനയിൽ അയാളൊന്ന് പിടഞ്ഞു. അതോടെ ആ പിടി കുറച്ചുകൂടി മുറുകി. അത് നഖങ്ങളായിരുന്നു, കൂർത്തുമൂർത്ത നഖങ്ങൾ. ഒരു പൊട്ടിച്ചിരിയുടെ ഭീകരമായ മുഴക്കം അതേ നിമിഷത്തിൽ അവിടെ ഉയരാൻ തുടങ്ങി. ഭദ്രയുടെ അട്ടഹാസമായിരുന്നു അത്. ആ ശബ്ദം കേൾക്കെ സുമതി മുറിയുടെ മൂലയിലേക്ക് അറിയാതെ വലിഞ്ഞു. ആകാവുന്നിടത്തോളം അവൾ ചുരുണ്ടുകൂടുകയും ചെയ്തു. തറയിൽ നിന്ന് താൻ സ്വയം ഉയരുന്നത് പോലെ പാച്ചുനായർക്ക് തോന്നി.
അയാളുടെ ഓർമ്മയുടെ ഏറ്റവും ഒടുവിലത്തെ അനുഭവവും അതായിരുന്നു. കഴുത്തിൽ കോർത്ത നഖങ്ങൾ അയാളെ തറയിൽ നിന്നുയർത്തി തറയിലേക്ക് വീശിയെറിയുകയും ചെയ്തു. ഒരു ഞരക്കം പോലും ഉയർന്നില്ല. പാച്ചുനായരുടെ തലച്ചോറ് മുറിയിൽ ചിതറി. സുമതി കണ്ണുകൾ ഇറുകെ അടച്ചു. അതുകൊണ്ടും ഭദ്രയുടെ കലി അടങ്ങിയിരുന്നില്ല. അവളുടെ അട്ടഹാസധ്വനി ഒരു കൊടുങ്കാറ്റ് പോലെ ആ മുറിയിൽ പ്രകമ്പനം കൊണ്ടിരുന്നു. പൊടുന്നനെ ആ അട്ടഹാസം അവസാനിച്ചു. മുറിവാതിൽ തനിയെ തുറക്കപ്പെട്ടു. പാച്ചുനായരുടെ മൃതശരീരം അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങി. അത് ആ വാതിലും കടന്ന് ഒരു മിന്നൽ പിണരിന്റെ വേഗതയിൽ എവിടേക്കോ ത്വരിത പ്രയാണം തുടങ്ങി. ഗോകുലന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാൽച്ചുവട്ടിൽ എന്തോ വീണു ചിതറി. ഒരു നടുക്കത്തോടെ പിന്നോക്കം വലിഞ്ഞുപോയ തിരുമേനി നേരിയ ഭയത്തോടെയാണത് ശ്രദ്ധിച്ചത്. അപ്പോൾ ആ ഭയം 100 ഇരട്ടി വളരുകയും ചെയ്തു. പാച്ചുനായരുടെ ശരീരമാണ് ഒരു മാംസപിണ്ഡം കണക്കെ മുന്നിൽ വന്ന് പതിച്ചിരിക്കുന്നത്. ശബ്ദം കേട്ട് മനക്കരെ മറ്റംഗങ്ങളും ഓടിവന്നു. ആശ്രിതന്റെ ആ മൃതശരീരം നോക്കി സ്തംഭിച്ചു നിൽക്കാനല്ലാതെ ആരെയും സമാധാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അഗ്നിമലയിലേക്ക് യാത്ര തിരിക്കേണ്ട മുഹൂർത്തം. വണ്ടി വിളിക്കാൻ അയച്ച ആശ്രിതൻ. അയാൾ മടങ്ങിയെത്താനുള്ള സമയത്ത് തന്നെ അയാളുടെ പിണം വന്നെത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഭവത്രാതന്റെ മാന്ത്രിക ബുദ്ധിയല്ലേ? സൗകര്യപൂർവം ഭദ്രയെ അപ്പോഴും അയാൾ മറന്നു. തന്റെ യാത്രയെക്കുറിച്ച് ഭവത്രാതൻ അറിഞ്ഞിട്ടുണ്ടാവും. അയാൾ ഇവിടുത്തെ ഓരോ ചലനങ്ങളും മഷിനോട്ടത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായി പാച്ചുവിനെ തകർക്കാൻ കഴിഞ്ഞതെങ്ങനെ? നീലകണ്ഠൻ നമ്പൂതിരിയുടെ മനസ്സിൽ വൈരാഗ്യബാണം വിതുർത്തു. ഈ നിമിഷം പൂജാമുറിയിലേക്ക് പാഞ്ഞാലോ എന്ന് ഉത്കടമായി ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അഗ്നിമലയിലേക്ക് പുറപ്പെടാൻ ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നല്ലോ. ഏതായാലും കുറച്ചുനാൾ കൂടി ക്ഷമിക്കയല്ലാതെ രക്ഷയില്ല. പൗർണമിക്കിനി 7 നാളുകൾ. അത് കഴിഞ്ഞാൽ എല്ലാം ശുഭമാകുമല്ലോ. തിരിച്ചു വന്ന ഭദ്രയെ ശൂലത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം മേലെടുത്ത് മാന്ത്രികനെ തുരത്തുക എന്നത് മാത്രമായിരിക്കും. നീലകണ്ഠൻ നമ്പൂതിരി അങ്ങനെ തീരുമാനിച്ചു. ആരും ഒപ്പമില്ലാതെ തന്നെ അഗ്നിമലയിലേക്ക് പോകാൻ തന്നെ അദ്ദേഹം ഒരുങ്ങി. വിവരം സൂചിപ്പിച്ചപ്പോൾ ഗോകുലൻ അച്ഛനൊപ്പം പോകാൻ സന്നദ്ധനായതാണ്. പക്ഷേ നീലകണ്ഠൻ നമ്പൂതിരി കർശനമായി വിലക്കി. ഞാൻ വരുന്നതുവരെ നീ ഇല്ലക്കെട്ടിന് പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കണം. പുറത്ത് നിന്നെ പ്രതീക്ഷിച്ച് മാത്രം അപകടം പതുങ്ങിയിരിക്കുന്നുവെന്ന് എപ്പോഴും ഓർമ്മ വേണം. ആര് ക്ഷണിച്ചാലും എത്ര വളരെ വലിയ ആവശ്യമുണ്ടായാൽ പോലും ഇല്ലപ്പടിപ്പുരയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലരുത്. പൗർണമി നാൾ പ്രദോഷ നേരത്ത് ഞാൻ തിരിച്ചെത്തും. അപ്പോഴേക്കും പൂജാഹോമങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തു വെക്കണം. സുമതി എവിടെയുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ ഇപ്പോൾ തിരക്കണ്ട. പൗർണമി ദിവസം അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയവൾ തന്നെ സുമതിയെ തിരിച്ചിവിടെ കൊണ്ടുവരും. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞു ധരിപ്പിച്ചിട്ട് നീലകണ്ഠൻ നമ്പൂതിരി ധൃതിയിൽ പുറത്തേക്കിറങ്ങി. പടിപ്പുര കയറി ഇറങ്ങുമ്പോൾ തീയിൽ ചവിട്ടിയാൽ എന്നോണം തിരുമേനി കാൽ പിൻവലിച്ചു. അപശകുനം. മുന്നിൽ ശത്രുവും ആശ്രിതനും ഇല്ലത്തേക്ക് ക്ഷണിക്കാതെ കയറി വരികയാണവർ. ഭവത്രാതനും നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭാവോജ്വലമായൊരു മന്ദഹാസം ഉണ്ടായിരുന്നു. ശത്രുവിനെ കാണാനല്ല തിരുമേനി എത്തിയിരിക്കുന്നത്. ശത്രുത വെച്ച് പുലർത്തുന്നുവെങ്കിലും നീലകണ്ഠൻ നമ്പൂതിരി സഹപ്രവർത്തകനാണെന്നാണ് ഭവത്രാതൻ ഇപ്പോഴും കരുതുന്നത്. ഒരിക്കൽ വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപിച്ച് വിട്ടതാണ്. പക്ഷേ അതിന് തക്ക കാരണവുമുണ്ടായിരുന്നല്ലോ. ഇന്നതല്ല നീലകണ്ഠന്റെ അവസ്ഥ. തനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഈ പുല്ലേരിക്കുന്നിലെ 2 മാന്ത്രിക കുടുംബങ്ങളാണ് തങ്ങളുടെ ഇല്ലങ്ങൾ. അതിങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യണം. നീലകണ്ഠനുണ്ടെന്ന് വെച്ച് തനിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാനില്ല. മേലേടത്ത് മാന്ത്രികന്റെ ഉന്നതമായ മനസ്സ് ചിന്തിച്ചതങ്ങനെയായിരുന്നു. പക്ഷേ നീലകണ്ഠനോ? തന്റെ ഏറ്റവും വലിയ ശത്രു നേരെ മുന്നിലേക്ക് വന്നത് തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കാനാണെന്ന്, പരിഹസിക്കാനാണെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മുഹൂർത്തത്തിൽ തന്നെ ഇവനെന്തിന് മുന്നിലെത്തി? കോപക്കലി വിറയലായി വളർന്നു. നീലകണ്ഠന്റെ ദുരവസ്ഥയെക്കുറിച്ച് നാം അറിയുന്നു. നാം എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആവാം. ഞാനിപ്പോൾ വന്നതും അതിനാണ്. ഇത്തരം അവസരത്തിൽ ശത്രുതാ മനോഭാവം പാടില്ല നീലകണ്ഠ.
ഭവത്രാതൻ ചിരിച്ചു, നീലകണ്ഠൻ നമ്പൂതിരിയും. അതു പക്ഷേ പരിഹാസദ്യോതകമായൊരു പൊട്ടിച്ചിരിയായിരുന്നു. പുരയ്ക്ക് തീ പിടിക്കുമ്പോഴേ വാഴവെട്ടാൻ പറ്റൂ ഭവത്രാത. തനിക്കിപ്പോൾ തരേണ്ടതെന്താണെന്ന് ഞാൻ നല്ലോണം അറിയുന്നു. പക്ഷേ അത് മനഃപൂർവ്വം കുറച്ചുകൂടി മാറ്റിവെക്കുകയാണ് ഞാൻ. എനിക്ക് പാലക്കൽ മനയ്ക്ക് മേലെടുത്ത് മാന്ത്രികന്റെ സഹായം ആവശ്യമില്ല. സഹതാപവും. താൻ തന്റെ പാട്ടിന് പോകുകയെ ഒരോട്ടമായിരുന്നു അത്. ഭവത്രാതന്റെ മുഖം മങ്ങി. തന്നെ ഇയാൾ ഇപ്പോഴും സംശയിക്കുന്നു. ഇയാളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കാനാണ്? പൗർണമിക്ക് മുൻപേ നീലകണ്ഠന് അഗ്നിമലയിൽ പോയി തിരിച്ചു വരാൻ കഴിയില്ല. തനിക്കത് നല്ലതുപോലെ അറിയാം. തനിക്കതിന് കഴിയുകയും ചെയ്യും. 4-ാം പക്കം തിരിച്ചു വരാൻ കഴിയുന്ന കുറുക്കുവഴി തനിക്ക് നിശ്ചയമുണ്ട്. ചുരുങ്ങിയ പക്ഷം അതെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുദ്ദേശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്തരമൊരവസരത്തിൽ പോലും നീലകണ്ഠന്റെ മനോഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ. ഖേദകരമായൊരു ഓർമ്മയായിരുന്നു ഭവത്രാതനത്. കുഞ്ചുനായർ വിഷമത്തോടെ തിരുമേനിയെ നോക്കി. ഇതിന്റെ ഒരു ആവശ്യമില്ലെന്ന് ഇല്ലത്തുനിന്നിറങ്ങിയപ്പോഴേ പറഞ്ഞതാണ്. തിരുമേനി വെറുതെ അങ്ങ് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. നീലകണ്ഠ, ഇത് തമാശയ്ക്കുള്ള നേരമല്ല. താൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം തീരെ ചെറുതല്ല. ഗുരുവിന്റെ നിർദ്ദേശാനുസരണമാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇപ്പോൾ താൻ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. അഗ്നിമലയിൽ നിന്ന് ആ ശൂലം കൊണ്ടുവരികയെന്നത് തന്റെ മാത്രം കാര്യമല്ല. ഈ പുലരിക്കുന്നിന്റെ പൊതുവായ കാര്യമാണ്. ലോകത്തിന്റെ തന്നെ കാര്യമാണ്. തനിക്കതിന് കഴിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഓർമ്മയുണ്ടോ? വേണ്ട, എന്നെ കൂടുതലൊന്നും അങ്ങ് പഠിപ്പിക്കേണ്ട. എനിക്കാരുടെയും ഔദാര്യം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കെന്റെ കാര്യം അത് ചെയ്യാൻ എനിക്കറിയാം. ആരുടെയും സഹായമില്ലാതെ തന്നെ. പാച്ചുവിനെ താൻ തുലച്ചില്ലേ? അതുപോലെ എന്നോട് ചെയ്യാൻ കഴിയുമോ എന്ന് താൻ ശ്രമിക്ക്. നമുക്കൊന്ന് കാണാമല്ലോ. ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ താൻ ഗുരുവിനെ ചെന്ന് സഹായിക്ക്. എനിക്ക് മേലെടുത്ത് മാന്ത്രികന്റെ സഹായം വേണ്ട. നീലകണ്ഠൻ നമ്പൂതിരിയുടെ ശബ്ദമുയർന്നു. അച്ഛന്റെ ശബ്ദം കേട്ട് ഗോകുലൻ ഇറങ്ങി വന്നു. അവന് കാര്യം മനസ്സിലാവുകയും ചെയ്തു. ശ്രീലതയുടെ അച്ഛൻ സ്വമനസാലെ സഹായിക്കാൻ വന്നിരിക്കുന്നു. അച്ഛനത് പുച്ഛിച്ചു തള്ളുന്നു. അച്ഛനോടെന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്നവനറിയാം. വിഷാദത്തോടെ ഗോകുലൻ തിരിച്ചുപോയി. ഭവത്രാതന് പോകാം. മേലെടുത്ത് മാന്ത്രികന് മേലിൽ പാലക്കൽ മനയിലേക്ക് പ്രവേശനമില്ല. തനിക്ക് തന്റെ ഇല്ലം. എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ ഞാൻ ആ പടിക്കൽ വന്നോളാം. പോരെ? മുഖമടച്ചു കിട്ടിയ അടി പോലെ തോന്നി ഭവത്രാതന് നീലകണ്ഠൻ നമ്പൂതിരിയുടെ വാക്കുകൾ. അദ്ദേഹം വ്യഥയോടെ തിരിച്ചു നടന്നു. അപ്പോഴും ആ മനസ്സിൽ കോപമെന്ന വികാരം പടർന്നു കയറിയതേയില്ല. നീലകണ്ഠൻ ശൂലസമ്പാദന കാര്യത്തിൽ പരാജയപ്പെടുമെന്നുറപ്പുണ്ട്. കുതിരപ്പുറത്ത് പോയാലും ഇനി പൗർണമി സന്ധ്യയ്ക്ക് മുൻപേ അയാൾക്ക് തിരിച്ചു വരാനാകില്ല. തിരിച്ചു വരാതിരുന്നാൽ, ശൂലം കൊണ്ടുവരാതിരുന്നാൽ ഭദ്രയ്ക്ക് പുതിയ ജന്മം ലഭിക്കുമെന്ന് തീർച്ച. ലോകത്തുള്ള ചോരയും നീരുമുള്ള ചെറുപ്പക്കാരുടെ രക്തം ഊറ്റിക്കുടിച്ച് അവൾ അന്നു മുതൽ വളരാൻ തുടങ്ങും. ആർക്കും പിന്നെ അവളെ തളയ്ക്കാനാവില്ല. ആ ദുരന്തം മുന്നിൽ കണ്ടാലെന്നോണം ഭവത്രാതൻ തിരുമേനി നടുങ്ങി. ഭദ്രയെ തളയ്ക്കാൻ എന്തുണ്ടൊരു മാർഗം? ഭവത്രാതൻ നമ്പൂതിരി തന്റെ പടിക്കൽ നിന്ന് അകന്നു കഴിഞ്ഞെന്ന് ബോധ്യമായപ്പോഴാണ് നീലകണ്ഠൻ നമ്പൂതിരി പുറത്തേക്കിറങ്ങിയത്. ഔദാര്യക്കാരൻ വന്നിരിക്കുന്നു. തന്റെ പതനം കാണാൻ വന്നതാണയാൾ. പാലക്കൽ മാന്ത്രികൻ ഹതാശനായി നടക്കുന്നത് കാണാൻ. ഇതവന്റെ അഹങ്കാരമല്ലേ? അതെ, ശത്രുവിന്റെ പതനം കാണാൻ സൗമനസ്യപൂർവം നേരിട്ട് വന്നവന്റെ അഹങ്കാരം. അത് താൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അഗ്നിമലയിൽ നിന്ന് തിരിച്ചു വരുന്ന ദിവസം തന്നെ ഒരു പൂജ കൂടി ചെയ്യണം. ശത്രുപതന മന്ത്രം. മാരണം തന്നെ ചെയ്തു കളയാം. ഏതായാലും അന്ന് ആവാഹന പൂജ നടത്തേണ്ടതുണ്ടല്ലോ. ഒരു വെടിക്ക് 2 പക്ഷി. അതങ്ങനെ തന്നെയെന്ന് നീലകണ്ഠൻ തിരുമേനി തീർച്ചപ്പെടുത്തി. ഒരിക്കൽ കൂടി ഗോകുലനെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ബോധ്യമായോ? മിത്രത്തിന്റെ ഭാവത്തിൽ ശത്രു നമ്മുടെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുവിന്റെ മാരണം എല്ലാ മാന്ത്രികന്മാരോടുമാകാം, എല്ലാ അംഗങ്ങളോടുമാകാം. ഓരോ അംഗത്തെയും ശരിപ്പെടുത്താൻ അവന്റെ മൂർത്തികൾ അദൃശ്യരായി ഈ പടിക്കൽ കാവൽ നിൽക്കുന്നുണ്ടാവും. അവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉവ്വച്ച. ഗോകുലൻ തലകുലുക്കി. രാത്രി വളരെയേറെ വളർന്നിരിക്കുന്നു. ഇപ്പോൾ അഗ്നിമലയിലേക്കുള്ള ദൂരം എത്ര താണ്ടി കഴിയേണ്ടതായിരുന്നു, കഴിഞ്ഞില്ല. ഓരോ ദുർനിമിത്തങ്ങൾ വന്ന് മുന്നിൽ പെടുകയാണ്.
ഏറ്റവും ഒടുവിൽ ശത്രു എന്ന ദുർമൂർത്തി. പല്ലുകൾ കടിച്ചു പൊട്ടിച്ചുകൊണ്ട് നീലകണ്ഠൻ നമ്പൂതിരി പടിപ്പുര ഇറങ്ങി. ഇരുളിൽ അലിഞ്ഞു കിടന്ന വിജനവീഥിയിലേക്ക് നീലകണ്ഠൻ നമ്പൂതിരി അതിദ്രുതം നടന്നു. ഇനി ഒരേയൊരു ചിന്ത മാത്രം, ഇനി ഒരേയൊരു ലക്ഷ്യം മാത്രം. ആ ലക്ഷ്യം എത്ര ദൂരം അകലെയാണ്? അഗ്നിമലയിൽ ഇതിനു മുൻപ് പോയിട്ടില്ല. അതെവിടെയാണെന്ന് വ്യക്തമായി അറിയാമെന്ന് മാത്രം. കറുത്ത വാവിൻ നാളിൽ കർക്കിടക മാസത്തിൽ മാത്രമാണ് അവിടേക്ക് ജനങ്ങൾ പോകാറ് പതിവ്. അഗ്നിമലയിൽ നിന്നുത്ഭവിച്ച താഴ്വരകളിലൂടെ ഒഴുകുന്ന പുഴയിൽ പിതൃതർപ്പണം ചെയ്യാറുണ്ടെങ്കിലും താൻ അവിടേക്ക് പോയിട്ടില്ല. ഇല്ലത്തു തന്നെ അത് സാധിക്കുകയാണ് പതിവ്. ഇപ്പോൾ അവിടേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഗ്നിമലയിൽ പോകേണ്ടി വരുമെന്ന് പറയുന്നതത്ര സത്യമായിരിക്കുന്നു. മരിക്കും മുൻപ് പോകാത്തവർ മരണശേഷം പോകേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. ഗതി കിട്ടാത്ത ആത്മാക്കളുടെ കൂടെ ചേരാൻ തന്റെ ആത്മാവിന് ഗതി കിട്ടില്ലെന്ന വിശ്വാസം നീലകണ്ഠൻ നമ്പൂതിരിക്ക് തീരെയില്ല. അതുകൊണ്ട് അയാൾ പോകാറില്ല. ഓരോന്നാലോചിച്ചും ഓരോരോ കണക്കുകൾ കൂട്ടിയും നീലകണ്ഠൻ നമ്പൂതിരി അതിവേഗം നടന്നു. വയൽ സാമ്രാജ്യം കഴിഞ്ഞു. തെങ്ങിൻ തോപ്പ് കഴിയാറാകുന്നു. പൊടുന്നനെ തിരുമേനി നിന്നു. ആരുടെയോ ഒരു നിലവിളിയാണോ താൻ കേട്ടത്? അപരിചിതയായ ഒരു സ്ത്രീ ശബ്ദമായിരുന്നില്ലേ അത്? ആ അവ്യക്തമായ ശബ്ദമെന്തെന്നറിയാൻ ഒരു ഞൊടിയിടയിൽ ശ്രദ്ധിച്ചു. നേരിയ കാറ്റ് നീലകണ്ഠൻ നമ്പൂതിരിക്ക് അനുകൂലമായിരുന്നു. ആ ശബ്ദം കൊപ്രക്കളത്തിന്റെ ഭാഗത്തു നിന്നാണെന്ന് തിരുമേനി തിരിച്ചറിഞ്ഞു. ഏതോ അപകടത്തിൽപ്പെട്ടതുപോലെയുള്ള നിലവിളിയുടെ ഈണമാണ് കേട്ടത്. ഒന്ന് നോക്കിയിട്ട് പോയാലോ? അതിനുവേണ്ടി അധിക സമയം കളയാതിരുന്നാൽ മതിയല്ലോ. നീലകണ്ഠൻ നമ്പൂതിരി പിന്നെ മടിച്ചു നിന്നില്ല. കൊപ്രക്കളത്തിന് നേരെ ചുവട് വെച്ചു. ഇരുണ്ട നിഴൽ മരങ്ങൾക്കിടയിൽ കൊപ്രക്കളം ഒരു പ്രേതഭവനം പോലെ ഭീതിയുയർത്തി നിലകൊണ്ടു. പക്ഷേ നീലകണ്ഠൻ നമ്പൂതിരിക്ക് ഭയം തോന്നിയില്ല. ചാരിയിട്ടേയുള്ളൂ വാതിൽ. വാതിൽ പിന്നിൽ ക്ഷണനേരം നിന്നു. അകത്തു നിന്നാണ് ശബ്ദം. ആരോ തീവ്രവേദന കൊണ്ടെന്നോണം ഞരങ്ങുന്നു. ഏതോ ഒരു സ്ത്രീ അകത്തുണ്ടെന്ന് വ്യക്തം. അതാരാണെന്ന് എങ്ങനെ അറിയും? അതേ നിമിഷം അദ്ദേഹത്തിന് അത്ഭുതവും തോന്നി. വാതിൽ ചാരിയിട്ടേയുള്ളൂ. ഗുരുതരാവസ്ഥയിലല്ലെങ്കിൽ അകത്തുള്ളയാൾക്ക് പുറത്തേക്ക് വരാനേ ഉള്ളല്ലോ. അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ആ ആളിന് ഗുരുതരമായ അസുഖമെന്തോ ആണ്. ആരാത്? നീലകണ്ഠൻ നമ്പൂതിരി ചോദിച്ചു. മറുപടിയില്ല. പക്ഷേ ആ തേങ്ങൽ ഒരു വിങ്ങിപ്പൊട്ടലായി. ആരുടെയോ ഒരു നിഴൽ ആ മുറിയുടെ മൂലയിൽ കിടക്കുന്നുവെന്ന് ചലനങ്ങളിൽ നിന്ന് ബോധ്യമായി. അദ്ദേഹത്തിന്റെ അത്ഭുതം ഇരട്ടിക്കുന്നു. ആ സമയത്താണ് ഇത്തിരി വെട്ടവുമായി ഒരു മിന്നാമിനുങ്ങ് ആ മുറിയിൽ വട്ടം പറക്കാൻ തുടങ്ങിയത്. അതിന്റെ വളരെ നേർത്ത വെളിച്ചത്തിൽ മുറിയുടെ മൂലയിൽ കിടന്ന നഗ്ന സ്ത്രീരൂപം ഒരു മിന്നായമായി കണ്ണിൽ പെട്ടു. അതൊരു യുവതിയല്ലേ? നഗ്നയായ യുവതി. അവൾ മുറിയുടെ മൂലയിൽ മുഖം പൊത്തിയിരിക്കുകയാണ്. ഇതെന്ത് കഥ? എന്തായാലും അതാരാണെന്ന് ഒന്നറിയാൻ ഉത്കടമായ ആഗ്രഹം തോന്നി. തിരുമേനി ആ മുറിക്കുള്ളിലേക്ക് കയറി. പതിയെ, തീരെ പതിയെ മുറിയുടെ മൂലയിലേക്ക് ചുവട് വെച്ചു. ഇരുളു തന്നെയാണ് എങ്ങും. ആരാത്? ആരാണെന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു. അപ്പോഴും വിങ്ങിപ്പൊട്ടൽ മാത്രമാണ് മറുപടിയായി കിട്ടിയത്. തിരുമേനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നി. അദ്ദേഹം ആ നിഴലിന് സമീപം ചെന്നു. പിന്നെ മെല്ലെ കൈകൊണ്ട് പരതി. ആ യുവതിയുടെ തലയിലും മുഖത്തും ചെവികളിലും ചുണ്ടുകളിലുമൊക്കെ ആ വിരലുകൾ വിദഗ്ധമായി പരിശോധിച്ചു. പതിവിലേറെ ചൂടുള്ള ആ ശരീരത്തിനുടമ ഒരു യുവതിയാണെന്ന് ബോധ്യപ്പെടാൻ സമയമൊട്ടും ആവശ്യമില്ലായിരുന്നു. അർദ്ധബോധാവസ്ഥയുമായി സുമതി ഞരങ്ങി. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്നവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അംഗീകരിക്കാനല്ലാതെ ചെറുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. നീലകണ്ഠൻ നമ്പൂതിരിയുടെ കൈവിരലുകൾ അവളുടെ മുഖത്തുനിന്ന് താഴെ കരിച്ചു. ശംഖ് പോലെയുള്ള കഴുത്ത്. അതിനു താഴെ മാറിൽ ഉടവ് തട്ടാത്ത കുമിളകളിൽ ഒരു നിമിഷം തിരുമേനിയുടെ കൈ നിശ്ചലമായി. ഉടയാത്ത മാറിടത്തിന്റെ കരുത്ത് അത്ഭുതവും സമ്മാനിച്ചു. ആരെന്നോ ഏതെന്നോ കൂടുതൽ ആലോചിക്കാൻ കഴിഞ്ഞില്ല. തിരുമേനിയുടെ ശരീരം ചൂടുപിടിച്ചു. മാറിടത്തു നിന്ന് താഴേക്ക്, ആലില വയറിലേക്ക്, അതിനും താഴേക്ക്. നാഭിയുടെ ചൂട് വിരലുകൾ പൊള്ളിക്കുന്നു. അദൃശ്യമായ രണ്ട് മിഴികൾ ആ രംഗങ്ങൾ അത്രയും ക്രൂരതയോടെ കണ്ടു നിൽക്കുകയായിരുന്നു. ഭദ്രയുടെ മിഴികൾ.
ഗോകുലനോടുള്ള പ്രതികാരം കത്തിയാളുന്ന യക്ഷിയാണ് ഈ ഭദ്ര. തനിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവനോട് ചെയ്യാൻ ഇതേ ഉള്ളൂ, ഇനിയൊരു പ്രതികാരം. തിരുമേനി അവളെ മെല്ലെ തറയിലേക്ക് കിടത്തി. ആ ശരീരത്താകമാനം അയാളുടെ കൈകൾ പിന്നെയും അരിച്ചു നടന്നു. ലക്ഷണമൊത്ത തുടകളുടെ സന്ധിസ്ഥാനത്തെ അതിമാർദ്ദവത്തിൽ. ആ നിമിഷം നീലകണ്ഠൻ നമ്പൂതിരി അയാളെ മറന്നു. മുന്നിൽ കിടക്കുന്നത് വേഷം മാറിയ യക്ഷിയാണെങ്കിലും വേണ്ടില്ല. യക്ഷികളും പാലക്കൽ മാന്ത്രികർക്ക് അപ്രാപ്യമല്ല. നിമിഷങ്ങൾ ചിറകടിച്ച് പറന്നു. ഭദ്രയുടെ മിഴികൾ വന്യമായി തിളങ്ങി. ഒരു പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയാണവളെ അപ്പോൾ ഭരിച്ചത്. ഒന്നല്ലല്ലോ. നീലകണ്ഠൻ നമ്പൂതിരിയുടെ യാത്രക്കിടയിൽ അനസ്യൂതമായി തടസ്സമുണ്ടാക്കുകയാണല്ലോ തന്റെ ലക്ഷ്യം. ഇതാ ഒരു തടസ്സം, ഒപ്പം ശരീരാശുദ്ധിയും. ഇനി ആ മുറിയിൽ പ്രകാശം ആകാമെന്നവൾ ധരിച്ചു. അജ്ഞതയെ അവ്യക്തതയിലും പ്രാപിക്കാൻ മറക്കാത്ത മാന്ത്രികൻ ആളെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. ആ ക്ഷണം 100 മിന്നാമിനിങ്ങിൻ സംഘങ്ങൾ എവിടെ നിന്നോ മുറിയിലേക്ക് ആർത്ത് കയറാൻ തുടങ്ങി. നീലകണ്ഠൻ നമ്പൂതിരിക്കതും ഒരത്ഭുതമായി. ആ മിന്നാമിനിങ്ങിൻ സംഘങ്ങളുടെ ഒന്നു ചേർന്ന പ്രകാശം ഒരു 7 തിരി നിലവിളക്കിന്റെ പ്രകാശത്തേക്കാൾ പ്രകാശമാനമായിരുന്നു. ആ വെളിച്ചത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി മുറിയുടെ മൂലയിലേക്ക് നോക്കി. ഒരു ഞെട്ടൽ, 1000 നടുക്കങ്ങൾ. സിരകളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. തിരുമേനിയെ അടിമുടി തളർച്ച ബാധിച്ചു. ഈ മുഖം, ഈശ്വര, ഈ മുഖം! സുമതിയെ തിരിച്ചറിഞ്ഞ ദുരന്തം നൽകിയ നടുക്കവുമായി നീലകണ്ഠൻ നമ്പൂതിരി പുറത്തെ ഇരുട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു. ഒരു അട്ടഹാസം ആ ഓട്ടത്തിന് പിന്നിൽ അലയടിക്കാൻ തുടങ്ങി. ഭദ്രയുടെ ആഹ്ലാദാരവം. തിരുമേനി ആകെ തളർന്നു. ഈശ്വര, തനിക്കെന്തു സംഭവിച്ചു? ആ നിമിഷം തനിക്കെങ്ങനെ അത് തോന്നി? ആ അട്ടഹാസം ഇപ്പോൾ ബോധ്യമാകുന്നു. അത് ഭദ്രയായിരുന്നു. ഭദ്രയുടെ ആകർഷണ വലയത്തിൽ താനും പെട്ടുപോയി. സുമതി, ഗോകുലൻ, ആ മുഖങ്ങൾ മാറി മാറി മനസ്സിൽ നിറഞ്ഞു വരുന്നു. ലക്ഷ്യമറിയാത്ത ഒരു ഭ്രാന്തനെ പോലെ നീലകണ്ഠൻ നമ്പൂതിരി എവിടേക്കെന്നറിയാതെ ഓടിത്തുടങ്ങി. എന്റെ മകനെ, ഞാനെങ്ങനെ ഇനി നിന്റെ മുഖത്ത് നോക്കും? ആ ചിന്തകൾ അടുത്ത ക്ഷണം മനഃപൂർവ്വം മറന്നു. ഭദ്രയോടുള്ള പക അഗ്നിപർവ്വതം കണക്കെ മനസ്സിൽ എരിഞ്ഞു കത്താൻ തുടങ്ങി. അഗ്നിമലയിൽ എത്രയും വേഗം ചെല്ലണം. ത്രിശൂലം സമ്പാദിക്കണം. ഭദ്രേ, നിനക്കിനി ദുഷ്ടജന്മം 7 നാൾ മാത്രം. നിന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പാലക്കൽ മാന്ത്രികനല്ല. മേലേടെ തില്ലത്ത് ചെന്ന് കയറിയ നിമിഷം തന്നെ ഭവത്രാതൻ നമ്പൂതിരി ഒരു തീരുമാനമെടുത്തു. തനിക്കും അഗ്നിമലയിലേക്ക് പോകണം. അത് ശത്രുവിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി, തന്റെ ഗ്രാമത്തിന് വേണ്ടി. ഗുരുവും പറഞ്ഞത് അത് തന്നെയായിരുന്നല്ലോ. ത്രിശൂലം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഭവത്രാതനും കൂടെന്ന് മനസ്സ് വെച്ചോളൂ. നീലകണ്ഠനും എന്റെ ശിഷ്യനാണെങ്കിലും അവനത് പൂർത്തിയാക്കില്ല. ആരായാലും ത്രിശൂലമില്ലാതെ ഭദ്രയെ തളയ്ക്കാനുമാവില്ല. അതാര് ചെയ്താലും ഈ ഗ്രാമത്തിന്റെ നന്മയായേ ഭവിക്കൂ. ഗുരുവിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണമാണ് ഭവത്രാതൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുഞ്ചു, വേഗം ഒരുങ്ങിക്കോ, നമുക്കുടനെ യാത്ര തിരിക്കണം. ആശ്രിതന് എതിരഭിപ്രായമില്ല. അവർക്ക് കൂടുതൽ ആലോചിക്കാനില്ലായിരുന്നു താനും. പോകും മുൻപേ തിരുമേനി പൂജാമുറിയിൽ കയറി അരനാഴിക നേരത്തെ ഈശ്വര പൂജ. വിഘ്നങ്ങളില്ലാതെ കാര്യം സാധിച്ചു തരാൻ ഉപാസനാമൂർത്തികളോട് അപേക്ഷ മാത്രം. പിന്നെ ഒരു ശുഭമുഹൂർത്തത്തിൽ അവർ മേലേടത്ത് മന വിട്ടിറങ്ങി. യാത്ര തുടങ്ങിയതിന്റെ 4-ാം ദിവസത്തെ പ്രഭാതത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി അഗ്നിമലയുടെ താഴ്വരയിലെത്തി. അദ്ദേഹം ആകെ പരിക്ഷീണനായിരുന്നു. 2-3 തവണ വഴിതെറ്റി. പലപ്പോഴും ഓരോ ദുശകുനങ്ങൾ ഉടനീളം പിന്തുടർന്നു. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മനസ്സിൽ ധ്യാനമന്ത്രങ്ങളും ചൊല്ലി ഇവിടെ എത്തിയപ്പോഴിതാ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ചങ്ങോട്ട് 3 ദിവസമേ വേണ്ടൂ. പക്ഷേ അപ്പോഴേക്കും പൗർണമി നാൾ രാത്രിയായി കഴിയുമല്ലോ. നിൽക്കാതെ ഓടിയാൽ പോലും പ്രദോഷ സമയത്തിനവിടെ എത്താൻ കഴിയില്ല. ഈശ്വര, എല്ലാം കുഴയുകയാണോ? അദ്ദേഹം അഗ്നിമലയുടെ ശിഖരങ്ങളിലേക്ക് നോക്കി. ഉഗ്രപ്രതാപവാനായ ആ ഗിരിനിരയുടെ ദർശനമാത്രയിൽ തന്നെ മനസ്സ് നടുങ്ങിപ്പോകുന്നു. ഇതാ അഗ്നിമല. ഇനി ആ ഗുഹ എവിടെയായിരിക്കും? അപ്പോൾ മുതൽ നീലകണ്ഠൻ നമ്പൂതിരി മലകയറ്റം ആരംഭിച്ചു. അപ്പോഴും തിരുമേനിക്ക് ലക്ഷ്യം തെറ്റി.
ഒരു പാത ഉദ്ദേശിച്ച് കയറി ചെല്ലുമ്പോൾ അത് മറ്റൊരു മലയിലേക്ക് കയറിപ്പോകും. സ്ഥലകാല വിഭ്രമം പോലെ 7-ാം മലയുടെ മധ്യത്തിലാണ് ഗുഹയെന്ന് കേട്ടിട്ടുണ്ട്. ആ 7-ാം മലയുടെ ചുവട്ടിലെത്താൻ പോലും വൈകുന്നേരമായിട്ടും നീലകണ്ഠൻ നമ്പൂതിരിക്ക് കഴിഞ്ഞില്ല. ആകാശം ചുവന്നു തുടങ്ങി. സമയം സന്ധ്യയാകുന്നു. 4-ാം ദിവസം അസ്തമിക്കുകയാണ്. നീലകണ്ഠൻ നമ്പൂതിരി ആകെ ഹതാശനായി. തനിക്ക് ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ലേ? ഭദ്ര തന്നെ വിജയിക്കുമെന്നോ? പരിക്ഷീണനായ നീലകണ്ഠൻ നമ്പൂതിരി ഒരു പാറക്കെട്ടിന് ചുവട്ടിൽ തളർന്നിരുന്നു. ഭദ്രയുടെ തേറ്റപ്പല്ലുകൾ ഏകമകന്റെ കഴുത്തിൽ അമരുന്നത് മനസ്സിൽ കണ്ട തിരുമേനി പിടഞ്ഞെണീറ്റു. ഇല്ല, താൻ സമ്മതിക്കില്ല. പാലക്കൽ മാന്ത്രിക വംശം ഒന്നോടെ അവസാനിക്കാൻ പാടില്ല. തന്റെ ജീവൻ കൊടുത്തും ഗോകുലിനെ രക്ഷിച്ചേ മതിയാവൂ. സുമതി, അവൾ ഇല്ലത്തേക്കിനി തിരിച്ചു വരേണ്ടതില്ല. അന്ന് ഭവത്രാതൻ കെഞ്ചി പറഞ്ഞതാണ് അയാളുടെ മകളെ ഗോകുലിനെ കൊണ്ട് വേളി കഴിപ്പിക്കാൻ. അത് ചെയ്യാമായിരുന്നു. ഛേ, ശത്രുവിന്റെ മകളെയോ? വേണ്ട വേണ്ട. ആ ബന്ധത്തെക്കുറിച്ചിപ്പോൾ താനെന്തിനെ ആലോചിച്ചു? അത് നടക്കാത്തത് ഏറ്റവും നന്നായി. തന്റെ ഇല്ലം അന്യം നിന്ന് പോയാലും വേണ്ടില്ല. മേലേടത്ത് മാന്ത്രികരുമായി ഒരു സഹവാസവും ആവശ്യമില്ല. താനെന്തിനെപ്പോൾ ഇതെല്ലാം ആലോചിക്കുന്നു? സമയം ഇത്തിരി കൂടി കഴിഞ്ഞു. നീലകണ്ഠൻ നമ്പൂതിരി വീണ്ടും അന്വേഷണം ആരംഭിച്ചു. 7-ാം മലയുടെ മുകളിലേക്കുള്ള ദുർഗമമായ പാറക്കെട്ടിലേക്ക് അയാൾ വലിഞ്ഞു കയറാൻ തുടങ്ങി. ഭവത്രാതൻ നമ്പൂതിരിയും കുഞ്ചുനായരും 2-ാം ദിവസം സന്ധ്യയോട് തന്നെ കുറുക്കു വഴികളിലൂടെ അഗ്നിമലയുടെ താഴ്വാരത്തിലെത്തി. 7-ാം മലയുടെ മുകളിലെത്താനും തൃശൂലം കൈവശപ്പെടുത്താനും അവർക്കധികം ബദ്ധപ്പാടേ ഉണ്ടായിരുന്നില്ല. ഈശ്വരാനുഗ്രഹം സദാ അവരുടെ ചലനങ്ങളിലുടനീളം ഒപ്പമുണ്ടായിരുന്നു. അവർ തൃശൂലവുമായി മടക്കയാത്ര തുടങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് നീലകണ്ഠൻ നമ്പൂതിരി ആ താഴ്വരയിലെത്തിയത്. തന്റെ ശത്രു വന്നുപോയ കാര്യം അദ്ദേഹം അറിഞ്ഞതേയില്ല. കൊളുത്തിവെച്ച നിലവിളക്കുകളുടെ മുൻപിൽ ഭവത്രാതൻ നമ്പൂതിരി അർദ്ധനിലീമിത നേത്രങ്ങളുമായിരുന്നു. ഈറനൊടുത്ത ഗോകുലൻ അദ്ദേഹത്തിന്റെ തൊട്ടരികിലുണ്ടായിരുന്നു. മന്ത്രങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലേക്ക് ഭവത്രാതൻ നമ്പൂതിരി കടക്കുന്നു. അദ്ദേഹത്തിന് മുന്നിൽ അഗ്നിമലയിൽ നിന്ന് കൊണ്ടുവന്ന തൃശൂലം കുത്തി നിർത്തിയിരുന്നു. തലേന്ന് വൈകുന്നേരം എത്തിയതാണവർ. മേലേടത്ത് മനയിലേക്ക് പോകാതെ ശൂലവുമായി അവർ നേരെ പാലയ്ക്കലേക്കാണ് വന്നത്. ഗോകുലനോട് ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞു. അവനത് മനസ്സിലാവുകയും ചെയ്തു. പ്രഭാതം മുതൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്ന് പൗർണമി നാൾ. പ്രദോഷ സമയത്തിന് മുൻപേ പൂജ അവസാനിപ്പിക്കാമെന്ന് ഭവത്രാതൻ നമ്പൂതിരിക്ക് വിശ്വാസമുണ്ട്. ഭദ്രയെ ആവാഹിക്കാനുള്ള കർമ്മങ്ങളാണിവിടെ നടക്കുന്നത്. 2-ാം ഘട്ടത്തിലെത്തിയ പൂജയും വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. ഇനി ഒരു ഘട്ടമേ അവശേഷിക്കുന്നുള്ളൂ. അസ്വസ്ഥമായ ഭദ്രയുടെ സാമീപ്യം അറിഞ്ഞു തുടങ്ങി. പാലക്കൽ മനയുടെ ചുറ്റും ചുഴലിക്കാറ്റ് ഉറഞ്ഞു തുള്ളാൻ ആരംഭിച്ചിരിക്കുന്നു. പേരറിയാത്ത അസംഖ്യം കാട്ടുപൂക്കളുടെ ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുന്നു. കൊളുത്തിവെച്ച നിലവിളക്കുകളുടെ നാളങ്ങൾ കാറ്റിലിളകുന്നു. എന്തുതന്നെ സംഭവിച്ചാലും പതറരുതെന്ന് ഭവത്രാതൻ നമ്പൂതിരി ഗോകുലന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉദ്ദേശിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടായേക്കുമെന്ന് തിരുമേനിക്ക് നിശ്ചയമുണ്ട്. ഭദ്ര അത്ര എളുപ്പം കീഴടങ്ങുന്നവളല്ല. മോചനത്തിന്റെ സ്വാതന്ത്ര്യം അവൾ അനുഭവിക്കാൻ തുടങ്ങിയതേയുള്ളൂ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കീഴടങ്ങാൻ ഭദ്ര ഒരിക്കലും തയ്യാറാവില്ല. ആ മനയുടെ മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയോ അട്ടഹാസം മുഴങ്ങി. പിന്നെയൊരു പൊട്ടിക്കരച്ചിലായി. ഇല്ല, ഞാൻ വരില്ല, ഞാൻ വരില്ല. ആ സ്വരം ആർദ്രമായി കേഴുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ആ ശബ്ദങ്ങളെല്ലാം അടങ്ങി. നിതാന്ത നിശബ്ദതയിലാണ്ട് മങ്ങിയ പാലക്കൽ മന. അടുത്ത ക്ഷണം അന്തരീക്ഷത്തിലൂടെ എന്തോ ഭ്രാന്തമായ വേഗതയിൽ വന്ന് ആ നിലവിളക്കുകൾക്ക് മുന്നിൽ പതിച്ചു. പൂജാദ്രവ്യങ്ങൾ ചിതറിത്തെറിച്ചു. ഭവത്രാതൻ നമ്പൂതിരി നടുങ്ങി. ഗോകുലൻ ഭയന്നു. എന്താണത്? നീലകണ്ഠൻ നമ്പൂതിരി ഗുഹാമുഖത്ത് പകച്ചു നിന്നു. തന്റെ കണ്ണുകൾ തന്നെ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഗുഹയിൽ ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്. അതിന്റെ മുന്നിൽ ശൂലമിരുന്നതെന്ന് കരുതാവുന്ന ഒരു പീഠം ശൂന്യമായിരിക്കുന്നു. ആരുടെയോ കാൽപ്പാടുകൾ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. തിരുമേനി പകച്ച് ആ കാൽപ്പാടുകൾ പരിശോധിച്ചു. തനിക്ക് മുൻപേ ആരോ ഇവിടെ എത്തിയിരിക്കുന്നു. അതാരാവാം? ആ ഗുഹയിൽ ആകെ പരിശോധിച്ചു.
നിലത്ത് ശൂലമിരുന്നിടത്ത് കരുതപ്പെടുന്ന പീഠത്തിൽ ഒരു പുതിയ ഓലക്കഷണം ഇരിക്കുന്നു. നീലകണ്ഠ, ഞാൻ ശൂലവുമായി പോകുന്നു. എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. നേരെ പാലക്കൽ മനക്കിലേക്കാണ് ഞാൻ പോകുന്നത്. പൗർണമി നാളിൽ തന്നെ പാലക്കലെ പൂജ സമംഗളം നടക്കും. ഇവിടെ എത്തിയാൽ ആ ക്ഷണം തന്നെ നിങ്ങൾ ഇല്ലത്തേക്ക് മടങ്ങിക്കൊള്ളുക. മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഇത് ശത്രുത കൊണ്ടല്ല, സ്നേഹാദരവുകൾ കൊണ്ട്. സഹപ്രവർത്തകന്റെ പതനം കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഭവത്രാതൻ. ആ പേര് വായിക്കെ നീലകണ്ഠൻ തിരുമേനി തളർന്നു. ഇതികർത്താവ്യതാമൂഢനായി തരിച്ചു നിന്നുപോയി അയാൾ. എന്തു ചെയ്യണമെന്നറിയാതെ പതനത്തിൽ ചിന്താശൂന്യമായ നിമിഷങ്ങൾ. അവസാന നിമിഷത്തിലും ഭദ്ര ക്രൂരമായി പകരം വീട്ടിയിരിക്കുന്നു. ഭവത്രാതൻ നമ്പൂതിരി മന്ത്രിച്ചു. ഗോകുലൻ വിതുമ്പലോടെ സുമതിയുടെ ഛിന്ന ഭിന്നമായ ശരീരത്തിലേക്ക് നോക്കി. അവളുടെ ശരീരത്ത് ഒരു തുള്ളി രക്തമില്ല. അദ്ദേഹം അന്ത്യകർമ്മത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് അതിതീവ്ര വേദനയുടെ ഒരു രോദനം അടുത്തുകൊണ്ടിരുന്നു. കാറ്റ് ഇളകിത്തുടങ്ങി. കാട്ടുപൂക്കളുടെ ഗന്ധം അതിരൂക്ഷമായി. ഭദ്ര അടുത്തു വന്നുകൊണ്ടിരുന്നു. തൃശൂലം ഒന്ന് വിറച്ചു. തിരുമേനി, എനിക്ക് മോചനം തരൂ. ഞാൻ ആരെയും ഉപദ്രവിക്കില്ലെന്ന് വാക്ക് തരാം. എത്രയോ കാലത്തിന് ശേഷം എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യമാണ്. എന്നെ മോചിപ്പിച്ചാൽ ഞാൻ അങ്ങയോടും അതുപോലെ മറ്റുള്ളവരോടും പെരുമാറാം. എന്നെ ഇനിയും തളച്ചിടാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവസരം നൽകൂ. ഭദ്രയുടെ കരുണാർദ്രമായ സ്വരം. നിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും? തിരുമേനി ധർമ്മസങ്കടത്തിലായി. ജീവൻ തളയ്ക്കരുത്. ആകാരം എന്തായാലും ഞാൻ പുലർന്നോളാം. രക്തം നുണയാൻ കഴിയാത്ത ജന്മമായാലും മതി. എന്റെ ഒരപേക്ഷയാണ് അങ്ങയോട്. നിസ്സഹായതയിലായ ഭവത്രാതൻ കുറച്ചുനേരം ചിന്തിച്ചു. യക്ഷിയുടെ വാക്കാണ്. എങ്ങനെ വിശ്വസിക്കും? വേണമെങ്കിൽ ഒരു പരീക്ഷണമാകാം. എപ്പോൾ വാക്ക് ലംഘിച്ചാലും അവളെ ഇവിടെ തന്നെ കൊണ്ടുവരാൻ തനിക്ക് കഴിയുമെന്ന ഒരു വിശ്വാസവും അദ്ദേഹത്തിന് ധൈര്യം നൽകി. ഭവത്രാതൻ മറ്റൊരു പൂജാമുറിയിലേക്ക് കയറി. ആ മന്ത്രജപത്തിന്റെ അന്ത്യം. തൃശൂലത്തിൽ നിന്നൊരു കടവാവൽ രൂപം കൊണ്ട് ഉയരത്തിലേക്ക് പറന്നു. പാലക്കൽ മനയും കടന്ന് അത് അകലേക്ക് അകന്നു. ഭദ്രയ്ക്ക് മറ്റൊരു ജന്മമായി ജീവൻ ലഭിച്ചിരിക്കുന്നു. ഭദ്ര ഇന്നും ഭവത്രാതനോടുള്ള വാക്ക് പാലിച്ചുകൊണ്ട് കടവാവലായി പറക്കുന്നു. അകലെയൊങ്ങോ കോഴി കൂവുന്നു. അവിടെ മനയക്ഷിയുടെ ശല്യം അവസാനിക്കുകയാണ്. കഥ അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ആളമർത്തുക. പിന്നെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഇതുവരെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.